السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോട് ഓരോരുത്തരോടും ആദ്യമായി ഉണർത്തുകയാണ്. അതിന് അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുന്നത് സാധാരണ ഒരു കുടുംബവേദിയിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് എന്നതാണ്. കുടുംബ സദസ്സുകൾ ധാരാളം നടക്കാറുണ്ട്, കുടുംബ സംഗമം. അതിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഇതൊരു കുടുംബ വിജ്ഞാന വേദിയാണ്. മാസത്തിൽ കൂടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ആദ്യമായിട്ടാണോ അല്ല രണ്ടാമത്തോ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാന വേദി മറ്റുള്ളതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകും ചോദിച്ചാൽ, ആ ഒരു മാസം സാധാരണ വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഊർജം ലഭിക്കാറുള്ളത് പോലെ ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ സത്യത്തിൽ ഒരു ഊർജ്ജമാണ്, ശരിക്കും ഈമാനിക ഊർജ്ജമാണ്. അതുപോലെ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ളൊരു അവസരമാക്കിയിട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് ശരിക്കും ഇങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള സ്ഥിരമായിട്ട് നടത്തുന്ന സദസ്സുകളാണ് എങ്കിൽ എന്നോടല്ല, വരുന്ന പണ്ഡിതന്മാരോടൊക്കെ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടിയൊക്കെ ആക്കിയിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒരു ഫലപ്പെട്ടു. ഞാനിവിടെ വന്നു പോകുമ്പോൾ എനിക്കത് ഫലപ്പെട്ടു എന്ന് പറയത്തക്ക വിധത്തിൽ, അതല്ലാതെ ചില നോട്ടീസുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പങ്കെടുക്കുക വിജയിപ്പിക്കുക. ഞാൻ ഇന്ന് പോയിരുന്ന ഒരു പോസ്റ്ററിൽ ഒരു വിജ്ഞാനവേദിയുടെ ഒരു വിഭാഗത്തിന്റെ പോസ്റ്റർ കണ്ടത് സഹകാരികളാവുക, പുതിയ വേട, സഹകാരികളാവുക, ത്രിദിന മതപ്രഭാഷണ പരമ്പര. അതിന് നിങ്ങൾ അടിയിൽ വലുതാക്കി കൊടുത്ത് നമ്മൾ ഏവർക്കും സ്വാഗതം എന്ന് എഴുതുന്നത് പോലെ സഹകാരികളാവുക എന്നുള്ളതാണ്. എന്നാൽ സത്യത്തിൽ നമ്മൾ സഹകാരികളാകേണ്ടവരോ വിജയിപ്പിക്കേണ്ടവരല്ല, മറിച്ച് പങ്കെടുത്ത് വിജയിക്കേണ്ടവരാണ്. അവിടെയാണ് നമ്മുടെ വ്യത്യാസം നിൽക്കുന്നത്. നമ്മൾ ആരും ഈ പ്രോഗ്രാമിന് വന്നില്ലെന്ന് വിചാരിച്ച് ഈ പ്രോഗ്രാം പരാജയപ്പെടില്ല. ഒന്ന്. രണ്ട്, ഞാൻ ഈ പ്രോഗ്രാമിന് വന്നതുകൊണ്ടും ഈ പരിപാടി വിജയിക്കൂല. ഈ പരിപാടിയുടെ വിജയം എവിടെയാണ് നമ്മുടെ മനസ്സിൽ കയറേണ്ടത്? എനിക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് ഫലം കിട്ടണം എന്നുള്ളിടത്തേക്ക് എത്തണം. ഒന്ന്, നിയ്യത്തോടു കൂടി ഇറങ്ങിയ സമയം മുതൽ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അപ്പൊ പ്രതിഫലാർഹമായ പ്രവർത്തനായി. രണ്ട്, വിജ്ഞാനം, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിന്റെ മഹിമ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഉതകുന്നതാണ്. നാലജീകൾ പാപങ്ങൾ റസൂലുള്ളാഹി വിശദമായി പറഞ്ഞ, ഞാൻ 2-3 മിനിറ്റ് ആ സദസ്സിനെ കുറിച്ച് പറയാം. എന്താ പറയുക, മനസ്സൊന്ന് ക്ലിയർ ആക്കി ആ ഒരു തഖ്വയോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി പറഞ്ഞ ഹദീസിലുള്ള വാക്കാണിത്. എന്ത് ചെയ്യുന്നു? അള്ളാഹിന്റെ മലായിക്കത്തുകൾ യതൂഫൂന ഫിൽ അർള്, അള്ളാഹിന്റെ ഭൂമിയിലൂടെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. തവാഫ് എന്ന അർത്ഥം ഞാൻ പറയണ്ടല്ലോ, തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹിനെ സ്മരിക്കുന്ന ഒരു സദസ്സ് അവർ കണ്ടാൽ അവർ അവിടെ ഇരിക്കും. ആ ഇരുന്നിട്ട് ആ സദസ്സിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആ സദസ്സ് അവർ പിരിയുന്നതോടെ ആ മലായിക്കത്തുകളുടെ പ്രാർത്ഥന നിമിത്തം അവർ വൻ ദോഷങ്ങൾ ഒഴിവാക്കിയവരാണെങ്കിൽ അവരുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. അതിലൊരു സഹാബി റസൂലുള്ളാഹിയോട് ചോദിക്കുക, റസൂലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിയ്യത്തൊന്നുമില്ലേ, ഇനി പോണ സദസ്സ് കണ്ടപ്പാണ് കയറിയിരുന്നതാ. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോ, നിയ്യത്ത് ഇറങ്ങിയൊന്നുമല്ലേക്കാർ, ആരെയും പള്ളിക്കെന്ന് വിളിച്ചപ്പോഴോ ക്യൂച്ചലസിനൊക്കെ അങ്ങനെ ഇരിക്കണമല്ലോ, അങ്ങനെ പള്ളിയിൽ നടക്കുന്ന പ്രോഗ്രാമുകൾക്കൊക്കെ അങ്ങനെ ഇരുന്നതാ എങ്കിലോ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞത്, അയാളത് പങ്കിട്ടല്ലോ, അയാൾക്ക് കിട്ടുന്ന നമ്മളെ മനസ്സിലുണ്ടാവുക.
പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എവിടെ? ഇത് നമ്മുടെ മനസ്സിന് ദീൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ദുനിയാവിൽ ഉപകാരപ്പെടും, നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടും. ദീൻ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് മാത്രമുള്ളതല്ല. ഒരിട്ടും കൂടിയാണ് ആവർത്തിക്കുക, ഞാൻ എൻ്റെ വിഷയം അതിലേക്കാണ് ഇന്ന് ഊന്നുന്നത്. ദീൻ എന്ന് പറയുന്നത് അത് പരലോകത്തേക്കുള്ളതല്ല, സോറി പരലോകത്തേക്ക് മാത്രമുള്ളതല്ല. മാത്രം ഞാൻ പറഞ്ഞില്ലെങ്കിൽ വെച്ചാൽ ദീന് പരലോകത്തേക്കില്ല എന്ന് വ്യാഖ്യാനിക്കും. പരലോകത്തേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ദീന് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിലുണ്ട്. ഒരു ആത്മപരിശോധനയിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി നോക്കുക, ദീൻ എനിക്കെങ്ങനെ ഇവിടെ ഉപകാരപ്പെട്ടു എന്നുള്ളത്. ഈ ദുനിയാവിൽ എനിക്ക് ദീൻ ഉപകാരപ്പെടുന്ന ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്തിൽ ഒതുങ്ങി അതിലൊരു ചരിത്ര സംഭവത്തിലൂടെ ചില കാഴ്ചപ്പാട് തരാനാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒക്കെ പിടുത്തം കിട്ടാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ളൊരു അധ്യായമാണ് സൂറത്തു ത്വാഹ. സൂറത്ത് ത്വാഹയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ചരിത്രം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ചരിത്രം ഏത് പ്രവാചകന്റേതാ? എനിക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു സുഖം കിട്ടും. എന്താ അറിയോ, ഞാൻ വേറെ എവിടെയെങ്കിലും പോണ പോലെ പ്രസംഗിക്കണ്ട. കാരണം ഞാൻ പ്രസംഗിച്ചും വീണും പരിചയപ്പെട്ട ആൾക്കാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, എൻ്റെ പ്രസംഗമോ പറഞ്ഞ പ്രസംഗത്തിന്റെ സംഗതിക്ക് എടുക്കണ്ട. അപ്പോൾ നല്ല പ്രസംഗിച്ചിട്ടും അങ്ങനത്തെ ആവശ്യമില്ലല്ലോ. നമുക്ക് ചെറിയ സംസാരങ്ങളായിരിക്കും, അതിനിടയിൽ നിങ്ങളുടെ താക്കം എനിക്ക് ആവശ്യം വരും. ഹാഫിലിങ്ങൾ ഇവിടെ ഉണ്ട്, ഓരോ സപ്പോർട്ട് ചിലപ്പോൾ ആവശ്യം വരും. ആ രൂപത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൈക്കെടുത്ത് ഇറങ്ങണില്ല എന്നുള്ളൂ, ഇവിടെ അങ്ങനെ നിൽക്കും അടങ്ങി ഇൻഷാ അല്ലാഹ്. സൂറത്ത് ത്വാഹയിൽ പരാമർശിക്കുന്ന പോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. എല്ലാവരും മനസ്സിനോട് ചോദിക്കട്ടോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? 1ാം ക്ലാസ് 2ാം ക്ലാസ് മാസ്റ്റർന്ന് പറയാൻ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 3, 4 ഇപ്പൊ എഴുതി വെച്ചാണ്ട് പരീക്ഷക്ക് മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. സ്വന്തം വീണ്ടും ചോദിക്കുക, എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്റെ ജീവിതത്തിൽ നൽകിയ സ്വാധീനം? വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകന്റെ അനുയായികൾക്കും സൂറത്തു ത്വാഹ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ആദ്യം പ്രവാചകൻ ഇറക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ അവതരിപ്പിച്ച് തുടങ്ങുന്ന ആ വാക്ക് ആലോചിച്ചു. ഞാൻ ത്വാഹയിൽ എല്ലാ ആയത്തിലൂടെയും പോകില്ലട്ടോ. ത്വാഹ അവതരിപ്പിച്ച് തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ ഖുർആൻ എനിക്ക് ഇറക്കിയത് എന്നെ ബുദ്ധിമുട്ടാക്കാനല്ല. വിശുദ്ധ ഖുർആനിനെ കൊണ്ട് പ്രവാചകൻ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പാടുപെടുന്നുണ്ട്. കാരണം ആ ദഅവത്ത് എന്ന ദൗത്യം ഏറ്റെടുത്ത സംസാരിച്ചു തുടങ്ങിയ ആ സമയം മുതലാണ് അന്നേ വരെ അൽ അമീൻ എന്ന് എന്നെ വിളിച്ചിരുന്ന എന്റെ ജനത എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ശരിക്കും ആലോചിച്ച് നോക്കി. എടാ വിശുദ്ധ ഖുർആൻ പറയാ, വിശുദ്ധ ഖുർആൻ എന്നെ പ്രയാസപ്പെടുത്താൻ ഇറങ്ങിയതല്ല, മറിച്ചത് ആശ്വാസത്തിന് ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അതിൽ പഠിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തെ ചരിത്രം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്തുകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഓരോ സന്ദർഭത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിക്കാനാണ്. ആ പ്രവാചകന് മാത്രമുള്ളതല്ലല്ലോ ഖുർആൻ. ആ ചരിത്രം നമുക്ക് ആശ്വാസമാകണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രം തുടങ്ങുന്നയിടത്ത് നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി ഇസ്ലാം, ഞാൻ ആ ചരിത്രത്തിന്റെ ഒരു വേറെ വശത്തിലൂടെയാണ് വരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു പ്രത്യേക കാരണത്താൽ എവിടെ നിന്ന് പോവാണ്? താൻ വളർന്നുകൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് പോകേണ്ടി വരികയാണ്. അറിയെല്ലാവർക്കും. ആ കാരണം എന്തേനി? ഉച്ചയാണ്, ഞാൻ ചോദ്യം ചോദിക്കാൻ തന്നെ ചെയ്യും. ആ കാരണം എന്തേനി? കൊട്ടാരം വിട്ടു പോകാനുള്ള കാരണം നിങ്ങളെ മനസ്സുകൾ പറഞ്ഞാൽ മതി. ഒരാൾ തന്റെ അബദ്ധത്താൽ കൊല ചെയ്യപ്പെട്ടു. തന്റെ ഒരു ഉറ്റവനെ ഒരാൾ അടിക്കുന്നത് കണ്ടപ്പോ ഒന്നാൾ കൊടുത്തതാ, നമ്മളെ പേറിയതാ. അത് ചങ്ങായിയോട് മരിച്ചോടുകൂടി മൂസാ നബി അലൈഹി ഇസ്ലാം അത്ര സംഭവം ഒന്നും ആക്കില്ല സ്വഭാവമായിട്ട്. പക്ഷെ ആളുകൾ വന്ന് വിവരം പറഞ്ഞു, ജനതനിടക്കെതിരായിട്ടുണ്ട്, ജനതനിടക്കെതിരാണ്, ചിലപ്പോ നീ കൊല ചെയ്യപ്പെടും, നീ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അയാളോട് നസീഹത്തുള്ള ഒരു മനുഷ്യൻ അത് വന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം അവിടുന്ന് പോവാണ്. പോകുമ്പോൾ ആലോചിക്കേണ്ടത്, ചരിത്രം പറയുന്നത് ഇത് ഫിർഔന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരും കൂടിയാണ്. കൊല ചെയ്യപ്പെട്ടത് ഫിർഔനുമായിട്ട് ബന്ധപ്പെട്ടവരും കൂടിയാണ്. അതാ അത്ത ഭരണവും അവിടുത്തെ കൊണ്ടടക്കുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പൊ ഒന്നും കൂടി അതിന്റെ പ്രശ്നം ഏറി. കൊട്ടാരത്തിൽ നിന്ന് എല്ലാ സുഖമൊക്കെ ഒഴിവാക്കി ആര് പോകുന്നു? മൂസാ നബി അലൈഹി ഇസ്ലാം പോകുകയാണ്. പോയിട്ട് നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആടിനെ മേയ്ക്കുന്നവരെ കാണുന്നു, ആ ആടിന് വെള്ളം കൊടുക്കുന്നവരെ കാണുന്നു. വെള്ളം കൊടുക്കുമ്പോൾ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കണ്ടപ്പോ അവർക്ക് വെള്ളം കൊടുക്കാൻ സഹായിക്കുന്നു. അവർ വീട്ടിൽ, ഞാൻ ചരിത്രം നീട്ടില്ല,
ചിരിക്കുകയാണ്, നമുക്ക് കിട്ടേണ്ടതെന്ന് കിട്ടണം. അങ്ങനെ പോകുന്നു, വീട്ടിലെത്തി ഇങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് വെള്ളം തന്നു, വെള്ളം എടുക്കാൻ സഹായിച്ചു, അതുകൊണ്ട് ഇന്ന് നേരത്തെ ഞങ്ങൾ കഴിച്ചിലായി എന്ന് പറയുന്നു. ഉപ്പ വിളിക്കുന്നു വീട്ടിലേക്ക്. ആ വീട്ടിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മഹർ, അതാണ് ശരിക്കും കരാർ, 8 വർഷം ആടിനെ മേക്കണം, അവിടെ നിൽക്കുന്ന കരാറോടുകൂടി ഒരു മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. തിരിച്ച് ആ കരാറും കഴിഞ്ഞ് 8 or 10 വർഷം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം നാട്ടിലേക്ക് എന്നോണം മടങ്ങുകയാണ്. നാട്ടിലേക്കാണ് മടങ്ങുന്നത് ചരിത്രത്തിലില്ല. മടങ്ങിപ്പോരുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്ന ഒരു വാക്കാണ്, മൂസേ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, ഞാൻ വഹീ നിനക്ക് തരുന്നതിനെ നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ തരുന്ന വഹീനെ നീ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമിന് ചില എന്ത് കൊടുത്തു? ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്നനി നിന്നോട് ഈ സംസാരിക്കുന്നത് ആരാണ്? അല്ലാഹു ആണ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, എന്നെ നീ ആരാധിക്കണം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ഞാനല്ലാതെ വേറെ ആരുമില്ല. വഅഖിമിസ് സ്വലാത ലിദിക്രി, മൂസാ നബിയോട് പറയാട്ടോ, നീ നമസ്കാരം നിലനിർത്തണം. എന്തിന്? ഇന്ന് എന്നോട് നമസ്കാരം ശരിക്കും ഒരു വലിയൊരു യോഗയുടെ മറ്റൊരു വശാന്ന് സംവദിച്ച ഒരാളുണ്ട്. നമസ്കാരം യോഗയുടെ മറ്റൊരു വശമാണ്, അഥവാ അത്രയും അതിൽ നമുക്കുണ്ട് എക്സസൈസ് ഉണ്ട്. പക്ഷെ നമസ്കാരം അതിനല്ലല്ലോ. കിട്ടണൊക്കെ ലാഭാട്ടോ, കിട്ടണൊക്കെ ലാഭാണ്. നെയ്യപ്പം തിന്നാ തലയിലും തേക്കാം, അപ്പം തിന്നാ എണ്ണ തലയിലും തേക്കാന്നൊക്കെ പറയുന്ന ചൊല്ലുപോലെ കിട്ടണൊക്കെ ലാഭാണ്. പക്ഷെ നമസ്കരിക്കണതിനാ വിശുദ്ധ കൃത്യമായിട്ട് പറയാം, ഞാൻ ഒരു വാക്ക് ഞാൻ അവിടെ നിർത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോ ഒന്ന് ഞാൻ ഇവിടെ അങ്ങോട്ട് സ്ട്രെസ് ചെയ്യാൻ, അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് നമസ്കരിക്കാൻ പറഞ്ഞത് എന്നെ ഓർക്കാൻ നീ നമസ്കരിക്കണം. ഞാൻ വേഗം ഇന്ന് പോയിട്ട് വിശദീകരിക്കൂല കൂടുതൽ. നമ്മള് സാധാരണ ചൊല്ലുണ്ട് നമുക്കിടയിൽ, എന്തെങ്കിലും മറന്നുവെച്ച് ഇവിടെ ഒരു പിടുത്തും ഇല്ലെങ്കിലേ 2 റക്അത്ത് നിസ്കരിച്ചു നോക്ക്, അപ്പൊ ഓർമ്മ വരും. കാരണം എല്ലാ സാധനം വരല് നിസ്കാരത്തിലാ. അപ്പോഴാണല്ലോ ആ ഓലക്കുടി അവിടെ വെച്ചതും അപ്പുറത്ത് ഗ്യാസ് ഓഫ് ആക്കിയെന്നും എല്ലാ ഡൗട്ട് ഇരുന്നത്, പാല് വെച്ചാണോ പോകുന്നതെന്നും ഇങ്ങനെ കെട്ട് വരിക. ശരിക്കും നമസ്കാരം എന്തിനാ? നീ നമസ്കരിക്കേണ്ടത് എന്നെ ഓർക്കാനാണ്. നമ്മളൊന്ന് വിലയിരുത്തട്ടെ, മനസ്സ് വിലയിരുത്തുന്നത്. ലോഹർ നിസ്കരിച്ച് എത്ര പ്രാവശ്യം അള്ളാഹ് എന്റെ മനസ്സിക്ക് വന്നിട്ടുണ്ട്. ചെല്ലി ഓരോ ദിക്ർ ചെല്ലുമ്പോഴും അള്ളാഹു നമ്മിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന, നമ്മളെങ്ങനെ അഭിസംബോധന ചെയ്ത് നിൽക്കും. സൂറത്തുൽ ഫാത്തിഹ ചെല്ലുന്ന സമയത്ത് ഓരോന്നിനും അള്ളാഹു ജവാബ് തരുന്ന. പക്ഷേ 4 റക്അത്തിൽ ഫാത്തിഹ ചെല്ലിയപ്പോഴും അതിനനുബന്ധിച്ച് നമസ്കരിച്ച സുന്നത്ത് നമസ്കാരങ്ങളിലും അള്ളാഹു എന്നോടത് ചെല്ലുന്നുണ്ട്, തിരിച്ചെന്നോട് അള്ളാഹ് പറയുന്നുണ്ട്. ഞാൻ ചെല്ലിയപ്പോൾ എന്നൊരു ബോധം മനസ്സിക്ക് വന്നണോന്ന് വിലയിരുത്തുക. അല്ല അത് ശീലായി ചെന്നാണ് കിട്ടിയ അത് തക്കബീർ നിൽക്കും, സലാം വീട്ടാണ് പോരും എന്നതാണോ? മറിച്ച് എൻ്റെ ഓരോ നമസ്കാരവും എനിക്ക് എൻ്റെ റബ്ബിനെ കുറിച്ച് കൂടുതൽ ഓർക്കാനും ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്ക് സന്തോഷത്തോടെ അടുക്കുവാനും എനിക്ക് നമസ്കാരം കൊണ്ട് കഴിയുന്നുണ്ടോ നോക്കുക. ഞാൻ ആ ചരിത്രം തുടരാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. വടിട്ടോ, ആ വടി എന്ത് ചെയ്യും? ചില ദൃഷ്ടാന്തം വടി പാമ്പാവും, കൈ ഇവിടെ കക്ഷത്തിൽ വെച്ച് ഇങ്ങനെ എടുത്തോക്ക്, പ്രകാശമേകും, തെളിയിക്കാണ്. അഥവാ നിന്നോട് സംസാരിക്കുന്നത് എന്തോ ഒരു വെറുതെ ഒരു സാധനമല്ല, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബാണ് നിന്നോട് സംസാരിക്കുന്നത് എന്നതിന് ചില പ്രൂഫ് എടുക്കുകയാണ്. അന്നേ വരെ ആ വടി നിലത്തിട്ട് ആ പാമ്പാകണില്ല. അന്നേ വരെ ആ വടി എന്തിനുപയോഗിച്ചതാ? മൂസനോട് ചോദിക്കുന്നുണ്ട്, മൂസനിന്റെ കയ്യിലുള്ള എന്താണ്? മൂസാ നബി ഒരിക്കലും അത് ഇട്ട പാമ്പാണ് സാധാരണ എന്നല്ല പറയണത്. ഇതിന്റെ വടിയാ, ഞാൻ ഊന്നി ഇങ്ങനെ നടക്കും. പിന്നെയോ എന്റെ ആടുകൾക്ക് ഞാൻ ഇങ്ങനെ ഇലകൾ കൊഴിച്ചു കൊടുക്കാൻ, അവക്ക് ഭക്ഷണം കൊടുക്കാനും ഉപയോഗിക്കും. ലാറ്റിടയന്മാരിങ്ങനെ കൊളത്തി വള്ളിയൊക്കെ ഇങ്ങനെ കൊളത്തി കൊടുക്കും, അതിനും ഞാൻ ഉപയോഗിക്കും. വലിയ മറ്റു ചില ഉപയോഗങ്ങളും എനിക്കിത് കൊണ്ടുണ്ട്. അത്രേ ഉള്ളൂ ഈ വടി. അതിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാ, എങ്കിൽ ആ വടി നിലത്തിട്ടാളാ. ആ വടിയുടെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ ഉറപ്പിച്ച്, എന്ത് ഇതിലൊരു ദിവ്യത്വമുണ്ട്, നിന്നെ റബ്ബുണ്ട് ഇവിടെ, ആ റബ്ബ് പറയുന്ന രൂപത്തിൽ നിനക്ക് മുമ്പോട്ട് പോകാം. അതിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറയാ, ഇനി നീ പോകേണ്ടത് എന്തിനാണ്?
അനെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തു. പോകേണ്ടത് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് ഏൽപ്പിക്കുന്ന ദൗത്യതാണ്. പ്രവാചകനെ തെരഞ്ഞെടുത്ത് കുറച്ച് ഒരു വിദ്യകളൊക്കെ പഠിപ്പിച്ച് നിർത്തല്ല. ഇനി എവിടേക്ക് പോകണം? ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. നിങ്ങൾ ശരിക്കും മനസ്സിരുത്തിട്ടോ. ഒരു നാട്ടിക്ക് പോകണം എന്നാ പറഞ്ഞെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിർഔനുള്ള നാട്ടിക്ക് പോയിക്കോ, എന്നിട്ട് അവിടെയൊക്കെ ദഅവത്ത് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഫിർഔന്റെ അടുത്തേക്ക് പോയിക്കോ എന്നല്ല മറുപടി. പടച്ച ഫസ്റ്റ് പറയണത് ഫിർഔന്റെ അടുത്തേക്ക് പോകണം എന്നാ. ഫിർഔനെ കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാമക്ക് ധാരണ ഉണ്ടോ? ഇല്ലേ? നല്ല ധാരണ ഉണ്ട്. നമുക്ക് സാധാരണ നമ്മൾ പറയണ്ടല്ലോ, കൂടെ കടന്നവനാണ് രാപ്പനി അല്ലെ, നല്ല അറിയുന്നത്. ഫിർഔൻ ആരാണെന്ന് ശരിക്കും ആർക്കറിയാം? മൂസാ നബി അലൈഹിസ്സലാമിക്ക് അറിയാം. ഫിർഔന്റെ വാദം എന്താ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് പറയുന്ന ഫിർഔന്റെ അടുക്കലേക്കാണ് ആർക്ക് പോകേണ്ടത്? മൂസാ നബി അലൈഹിസ്സലാമിക്ക് പോകേണ്ടത്. അതിൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ അറിയോ? ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ എന്റെ ഹൃദയ വിശാലത എനിക്ക് കൊണ്ടാ. ഞാൻ ഇവിടെ ഒന്നുകൂടി അപ്പൊ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് നിസ്കാരത്തിന്റെ പറഞ്ഞാണ് ഇറങ്ങി. ഇനി മൂസാ നബിന്റെ ചരിത്രത്തിന് രണ്ടാമത് ഞാൻ പറയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ദഅവത്തിന് വേണ്ടി ഉത്തരവാദിത്തം കൊടുത്ത് പോകാൻ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ വാക്കെന്താ? മൂസാ നബി ആ വാക്കൊന്ന് പറഞ്ഞേക്ക് എല്ലാരും. റബ്ബി ഇശ്റഹ് ലി സദ്രി, റബ്ബേ എനിക്ക് നീ ഹൃദയ വിശാലത കൊണ്ടാ. എന്താ ഈ ഹൃദയ വിശാലത എന്ന സാധനം? നല്ല നെഞ്ചുറുപ്പ് ഉണ്ടെന്നാണോ? നല്ല നെഞ്ചുറുപ്പ് വേണ്ടതാണോ? അല്ലല്ലോ. ഏത് ആളുകളുടെ മുമ്പിലേക്ക് ഗജപ്പോക്കിരിയായിട്ട് എനിക്ക് പോകാനുള്ള തൗഫീഖ് വേണ്ടതാണോ? അല്ല. ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒന്നെന്താ അറിയോ? കുറച്ച് കാഴ്ചപ്പാടും കുറച്ച് ക്ഷമിക്കാനും കുറച്ച് നല്ല മനസ്സും ഉണ്ടാകേണ്ടി വരും. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് പിന്നെ മുമ്പിരിക്കണ പല ആൾക്കാരും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവരില്ല. ഒന്നില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ ഉണ്ട് ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നമ്മൾ സംഘടന തെരഞ്ഞെടുത്ത പൗഡർ ഉത്തരവാദിത്തം, എന്തെങ്കിലൊക്കെ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ MGM-ലാണെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഏറ്റെടുത്ത ഈ ദീനിനെ ഞാൻ പ്രചരിപ്പിക്കാം, തൗഹീദും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ഞാൻ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ടോ അതിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ നടത്തിയവർ അങ്ങനെയൊക്കെ കരാർ ചെയ്തിട്ട് നമ്മൾ ഏറ്റെടുത്തത്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചില്ലറ ഉത്തരവാദിത്തമല്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആദ്യം പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എനിക്കൊന്ന് ഹൃദയ വിശാലത കൊണ്ടാ. ഹൃദയ വിശാലത വേണം നമുക്ക്. കാരണം നിങ്ങൾ ആലോചിക്കണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അലം നശ്റഹ് ലക സദ്റക, നിനക്ക് ഹൃദയം വിശാലമാക്കി തന്നില്ലേ? ഞാൻ ആലോചിക്കണേ, പ്രവാചകന്റെ ഒരു കാഴ്ചപ്പാടും ഹൃദയ വിശാലതയും. സഹാബത്തൊക്കെ ചൊടിച്ച സമയല്ലേ, എന്താ നബി ബിസ്മിയാണ് വെട്ട്, ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം എഴുതിയപ്പോ റഹ്മാനി റഹീം വെട്ടങ്ങൾ സമ്മതിക്കാൻ ആ ചൊടിച്ചിലൊക്കെ സഹാബത്തിന്റെ അവർ ചെയ്ത തെറ്റാണല്ല, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അല്ലാഹ് കാരുണ്യവാനാണ്, അല്ലാഹ് കരുണാനിധിയാണ് എന്നതിനെ ആരെതിർക്കുന്നു? ശത്രുക്കൾ എതിർക്കുക. നബി കരാർ എഴുതുക. അപ്പൊ ശത്രുപക്ഷത്തിൽ നിന്ന് പറയാ ആ റഹ്മാൻ റഹീം എന്ന് വെട്ട്. നബി ഇങ്ങനെ അങ്ങനെ മായ്ച്ചാളാന്ന് എഴുത്തുകാരനോട് പറയുമ്പോ സ്വഹാബത്ത് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുക. ഉമർദാനുഖിനെ പോലത്തെ ആൾക്കാരല്ലേ ഓലിങ്ങനെ ചൊടിക്ക. എന്താണ് നമ്മളെന്നെ പറയില്ലേ, നമ്മളെന്നെ കരാർ എഴുതിയ നമ്മളെ ആൾക്കാർക്ക് പറ്റാത്താണ് ഇപ്പൊ ബാക്കിൽ നിന്നിട്ട് പറയില്ലേ, നിങ്ങൾ എല്ലാത്തിനോട് ഒപ്പിട്ടെടുത്തോട്ടോ, എന്റെ കിട്ടൂലോട്ടോ അറിയാം. നമ്മുടെ ഉണ്ടായിട്ടുണ്ടല്ലോ പലപ്പോഴും. അത് നിങ്ങളൊക്കെയാണ് ഒപ്പിട്ടെടുത്തോളി, നിങ്ങളൊക്കെയാണ് കൂടിക്കോളി, നമ്മളെ കിട്ടൂല. എത്ര ആൾക്കാരുണ്ടായത് ഇവിടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കണ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. പടച്ചോ റഹ്മാനല്ലേ, പടച്ചോ റഹീമല്ലേ? ആർക്കാ സംശയമുള്ളത്? പ്രവാചകന് സംശയമുണ്ടോ? ഇല്ല. പക്ഷേ അവർ അതിന് ആ റഹ്മാൻ റഹീം നമ്മൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല, മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് അവർക്ക് വായിച്ചിട്ടാണെങ്കിലും അവർ യുദ്ധമില്ലാത്തൊരു കരാറിലേക്ക്, ഈ മദീന സമാധാനമെത്തുന്ന ഒരു കരാറിലേക്ക് അവർ റെഡിയാണെങ്കിൽ ആയിക്കോട്ടെ എഴുത്, ആ വായിച്ചു കൊടുത്ത ആളാണ്. ഇതാണ് ഹൃദയ വിശാലത. കുറച്ച് പൈസ കൊടുത്തൊന്നെങ്കിൽ വാങ്ങേണ്ടി നമുക്കൊക്കെ, അല്ലാതെ കിട്ടില്ല. ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വരെ നമ്മൾ അകറ്റിയും അകന്നും ജീവിക്കുന്നവർ. ഇവിടെ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കണം, റബ്ബി ഇശ്റഹ് ലി സദ്രി. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദർശ ശക്തി ഇല്ലായിരുന്നു. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു ഉറപ്പില്ലാത്ത പ്രവാചകൻ. ശത്രുക്കൾ പറഞ്ഞതിന് ദീന് വായിച്ചേക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇതാണ് ഹൃദയ വിശാലത. മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദൗത്യം ഏൽപ്പിക്കപ്പെട്ടപ്പോ ഒന്നാമത് ചോദിക്കുന്നത് അതാ, റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയം
ഒന്ന് നീ വിശാലമാക്കിക്കൊണ്ട. ഇത് അവിടെ മാത്രമല്ല, ഒരു മുഅ്മിനായിട്ട് ജീവിക്കണോ ഹൃദയം കുറച്ച് കാഴ്ചപ്പാടും വിശാലതയും വേണം. വീട്ടിൽ വരെ വേണ്ടി വരും. വീട്ടിൽ ഭാര്യയോട് വേണ്ടി വരും, ഉമ്മാനോട് വേണ്ടി വരും, ബാപ്പാനോട് വേണ്ടി വരും, എല്ലാരോടും ഒരു വലിയ ഹൃദയവിശ്വാസം പറയല്ലേ. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയല്ലേ, ഒരു വിശാലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. ആരെ കുറിച്ചായി പറയില്ല നമ്മള്? വിശാലമായ ഹൃദയത്തിന്റെ ഉടമയാണ് എന്ന് നമ്മൾ പറയാറുള്ളത്. അയാൾ കാര്യങ്ങള് എന്താ പറയാ, എല്ലാരോടും വേണ്ട വിധത്തിൽ ഇടപെടാൻ കഴിയുന്ന, ആർക്കെങ്കിലും എപ്പോഴെങ്കിലും മാപ്പ് കൊടുക്കേണ്ടി വന്നാൽ അതിന് കഴിയുന്ന ആളെ കുറിച്ച് നമ്മള് ഹൃദയ വിശാലത പറയാറുള്ളത്. പടച്ചോനോട് നമ്മൾ ചോദിക്കേണ്ട സാധനം അത്. പടച്ചോനെ റബ്ബി ശ്റഹ് ലീ സദ്രീന്ന് ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും നിരന്തരം ചോദിക്കണം. കാരണം എന്താ അറിയോ, കുടിസതയിലേക്ക് ഇങ്ങനെ വരികയാണ്. വീട്ടിൽ പോലും കുടിസത, വീട്ടിൽ പോലും ആർക്ക് വരെ അറിയോ, ഇണകൾ തമ്മിൽ പോലും കുടിസമായ മനസ്സുകളിലേക്ക് വരിക. എന്താ, ഇങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും മതി. എന്തൊരു ഇങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും മതി എന്ന് പറയുന്നൊരു സാധനം കുടുംബത്തിലേക്ക് വരെ കയറി വന്നാൽ അതിന്റെ ദുരന്ത ഫലം എത്ര നിങ്ങൾക്ക് അറിയോ? ഇത് അങ്ങാടി വരെ പറ്റൂല. ഞാൻ അങ്ങാടി വരെ പറ്റാത്ത സ്വഭാവമാണ്. എന്താ അറിയോ, ഇങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ട് എന്നുള്ള നിലപാട്. മറിച്ച് ഞാൻ ചെയ്യേണ്ടത് എന്താ, എന്റെ നിലപാട്. എനിക്കൊരു വിശ്വാസി എന്ന നിലക്ക്, ഞാനൊരു മനുഷ്യൻ എന്ന നിലക്ക്, ഞാനൊരു അനിയൻ എന്ന നിലക്ക്, ഞാനൊരു ജ്യേഷ്ഠൻ എന്ന നിലക്ക്, ഞാനൊരു ഉപ്പ എന്ന നിലക്ക്, ഞാനൊരു ഭർത്താവ് എന്ന നിലക്ക്, ഞാനൊരു ഭാര്യ എന്ന നിലക്ക്, ഞാനൊരു ഉമ്മ എന്ന നിലക്ക്, ഞാനൊരു ഉപ്പ എന്ന നിലക്ക്, ഞാനൊരു മകൻ, എങ്ങനെ എല്ലാ സ്ഥാനവും ഉണ്ടാവും ഒരാൾക്ക്. ആ നിലക്കൊക്കെ ഞാൻ എന്റെ ദൗത്യമാണ് നിർവഹിക്കേണ്ടത്. ഇന്ന് സമൂഹം അതല്ല പഠിച്ചു വളരുന്നത്. ഇന്ന് സമൂഹം പഠിച്ചു വളരുന്നത് എനിക്ക് കിട്ടേണ്ട എല്ലാ അവകാശ ബോധവും അറിയും. അതുകൊണ്ടാണല്ലോ കുട്ടികൾ വാപ്പാക്കെതിരെ കേസെടുക്കൽ തുടങ്ങി. അപ്പൊ നോക്കിയാൽ രാവിലെ ചായ അടിച്ചോ എന്ന് പറഞ്ഞ് കണ്ണ് കാണിച്ച്, എന്താ ഉപ്പന്നോട് കുടിക്കണം എന്ന് പറയുമ്പോഴേക്കും കണ്ണാട്ടണം എന്തിനമ്മ, അക്കൊലത്ത് മാറി. ഇതൊക്കെ എന്താ വെച്ചാൽ എനിക്ക് കിട്ടേണ്ട അവകാശ ബോധത്തെ മാത്രം ചിന്തിച്ചിട്ടാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ എനിക്ക് കിട്ടേണ്ട അവകാശത്തിനേക്കാളും ഞാൻ ജീവിക്കേണ്ടത് എന്നെ കൊണ്ട് ചില ആളുകൾക്ക് ചില ദൗത്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുണ്ട്. അത് ഞാൻ ഹൃദയ വിശാലത. അത് അത്ര എളുപ്പം കിട്ടൂല. അപ്പൊ ഒരു ഇണകൾ തമ്മിൽ ഇപ്പോൾ ആണെന്ന നിലക്ക് പുരുഷൻ എന്താ തീരുമാനിക്കേണ്ടത്? പുരുഷൻ തീരുമാനിക്കേണ്ടത് ഞാൻ എന്റെ ഭാര്യക്ക് കൊടുക്കേണ്ട മുഴുവൻ കടമകളും അവൾ എന്നോട് ചില അഭംഗിയൊക്കെ വരുത്തിയാലും ശരി ഞാൻ കൊടുക്കുന്നതാണ്. അവനാണ് ആണ്. തിരിച്ച് ഭാര്യ വിചാരിക്കേണ്ട, മൂപ്പര് ഞാൻ വിചാരിച്ച പോലെ ഒക്കെ ഒന്നും ആയിട്ടില്ല, ശരി, പക്ഷെ ഞാനൊരു ഇണ എന്ന നിലക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക്, സഹധർമ്മിണി എന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്തൊക്കെ കടമകൾ നിർവഹിക്കാനുണ്ടോ അത് പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് രണ്ടാളും, ഞാൻ നേരത്തെ ആണോട് പറഞ്ഞില്ല ഇതാക്കണ്ട, പ്രതിഫലം ആഗ്രഹിച്ച് ഞാനത് നിർവഹിക്കുമെന്ന മനസ്സുമുണ്ടോ? ഇതാണ് ഹൃദയവിശാലത. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാം പ്രബോധന ദൗത്യത്തിന് ഇറങ്ങിയപ്പോ ചോദിച്ചത്. ഇതാണ് കുടുംബത്തിലുടനീളം വേണ്ടത്. ഉമ്മ എന്നോട് എങ്ങനെയൊക്കെ പെരുമാറിയോ തിരിച്ചങ്ങോട്ടാവുന്നില്ല. ഇതാണ് തലയിൽ ശരിക്കും കയറാത്തൊരു സംഭവമാട്ടോ. എന്തറിയോ, നമ്മള് ചില ആളുകൾക്ക് കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശം കൂടി എങ്ങനെ അറിയോ, കണ്ടും കേട്ടൊക്കെ കുടുംബത്തില് നിന്നോണ്ടി ഇങ്ങോട്ടൊക്കെ ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ചൊക്കെ പെരുമാറിയാണ്. അതൊക്കെ തെറ്റായ ഉപദേശങ്ങളാണ്. മറിച്ച് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഉപദേശം എന്താ, നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാ. ആ ഐഡന്റിറ്റി നിൽക്കുക എന്ന് പറയുമ്പോ അഹങ്കാരത്തിലല്ല. അങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ടീം. ഞാൻ എന്റെ ഇതിലേ നിൽക്കുള്ളൂ എന്നല്ല, മറിച്ച് ചിലപ്പോൾ ചില സ്ഥലത്ത് ഫ്ലെക്സിബിൾ ആകേണ്ടി വരും. ചില സമയത്തൊക്കെ എന്റെ സത്യ, ഞാൻ പറഞ്ഞ എന്നെ സത്യം എന്ന് അറിഞ്ഞാലും വിട്ടെടുക്കേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ വലിയ കച്ചറ നിൽക്കും. ഞാൻ പറഞ്ഞ സത്യാണ്, പക്ഷെ അയാൾ അംഗീകരിച്ചില്ല. ഞാനും വിടൂല, സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് നബി പഠിപ്പിച്ചിരുന്ന അപ്പോഴാ ചിലവർക്ക് ഓർമ്മ വരാ. ആ നബി എന്നെ ഈ ഹൃദയവിശാലത കാണിച്ചു. നബി എന്ത് റഹ്മാൻ റഹീം വായിച്ചേ, നമ്മളൊരു തല മാത്രം പഠിക്കും. ആ ഒരു തല മാത്രം പഠിച്ചിട്ട് കാട്ടി നിൽക്കും. അവിടെയാണ് ഞാൻ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് നീ ഫിർഔന്റെ അടുക്കലേക്ക് പോയിക്കോ എന്ന ദഅവത്തിന്റെ ദൗത്യം നൽകിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാണ്, റബ്ബി ശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണേ. ഈ ഹൃദയ വിശാലത വീട്ടിൽ നിന്ന് തുടങ്ങി പള്ളിയിലും അങ്ങാടിയിലും പൊതുജനങ്ങൾക്കിടയിലും എല്ലായിടത്തും നമുക്കുണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാരണം ഈ പറയാൻ കേൾപ്പ ഹൃദയവിശാലത പറഞ്ഞട്ടോ, പക്ഷെ അങ്ങനെ മനസ്സിലേക്ക് നമ്മളവിടെ എത്തണമെങ്കിൽ അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇതൊന്നും ഉൾക്കൊള്ള. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പ്രവാചകൻ അള്ളാഹ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. എന്റെ ഹൃദയം വിശാലമാക്കി തന്നിട്ടുണ്ട്.
അത് പ്രവാചകന്റെ എല്ലാ കാഴ്ചപ്പാടിലും. ഒറ്റ ഉദാഹരണം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എല്ലാത്തിലും പ്രവാചകൻ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഭാര്യമാരോടായിരുന്നാലും ഒക്കെ ഒരു ഭാര്യ ഒരിക്കൽ ഇങ്ങനെ തട്ടിയപ്പം പാത്രം പൊട്ടിയത് ഞങ്ങൾക്ക് ഓർമ്മയില്ല. നമ്മൾ കുടുംബ സദസ്സുകളിലൊക്കെ പറയുന്ന വാക്കല്ലേ അത്, അല്ലേ? എന്താ ചെറിയ അമർച്ച, ഒരു ഹീറത്ത് എന്നതിന് വാക്ക്. ഈ ഓളെടുത്തുനിന്ന് കൊണ്ടുവന്നൊരു സാധനം വലിയ കോളായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുക, നമ്മളൊക്കെ പറയണം ഒരു കോള് അല്ലേ? ആ നിലക്ക് എന്ത് ചെയ്തതാണ്? ആ ഭാര്യ തട്ടട്ടിയ. എന്ത് നബി ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഒരു സാധുവായിട്ട്, ആരാ പ്രവാചകൻ ആലോചിച്ചോക്കി, ഒരു സാധുവായിട്ട് അങ്ങ് പൊറുക്കിയെടുത്തിട്ട് തന്നെ ഇവിടെ ഒന്നുണ്ടെങ്കിൽ കാട്ടിയ അതിന് പകരം ഓക്ക് കൊടുക്കാനാണ്. കാരണം ഓളെ മാത്രല്ലേ പൊട്ടി, നമുക്കാണ് കൊടുക്കാനാ. ഓലും ഭയപ്പെട്ടിട്ടോ. ഇത് എന്തിനു തെളിവാക്കരുത്? നിങ്ങൾ ദേഷ്യം പിടിക്കാക്കാൻ മാത്രം തെളിവാക്കി സ്ത്രീകൾ എടുക്കരുത്. നബി ദേഷ്യപ്പെട്ടില്ലല്ലോ. തിരിച്ച് പ്രവാചകൻ തണുത്തപ്പം അവിടെയും തണുത്തണ്. നമ്മൾക്കാരെന്ന് വെച്ചാൽ തണുത്താ ചിലപ്പോ എന്തെങ്കിലും നാവിറങ്ങിപ്പോയോ, ഇതുവരെ ഉണ്ടായിന്റെ തൊള്ളൊക്കെ എവിടെ പോയി എന്ന് വെച്ചാൽ അടുത്തേ വരും. അത് മനഃപൂർവ്വം തണുത്തതാണെന്ന് തിരിച്ചറിഞ്ഞെന്ത് ചെയ്യാ, നമ്മൾ തണുക്കുക. എന്തെങ്കിലും ഉണ്ടാക്കണ നാവിറങ്ങി പോയിട്ടല്ല, അത് ക്ഷമിച്ചേക്കാരെന്ന് അപ്പം മനസ്സിക്ക് വരണം. ഇത് ക്ഷമിച്ചേനങ്ങോട്ട് കൊത്തിപ്പൊക്കി പിന്നെടുക്കും. എന്ത് ഞാൻ പറഞ്ഞതിനൊരു മറുപടി നിങ്ങൾക്ക് ഇല്ലേ എന്ന് ചോദിക്കല്ല വേണ്ടി. ആ സാധു ക്ഷമിച്ചതാട്ടോ, ഞാൻ ക്ഷമിച്ചെനിക്ക് എത്ര നന്നായി, ഞാൻ ഇവിടെ പെട്ടെന്ന് ഐസായാൽ മതി, എന്നാ ജീവിതം നല്ല സുഖമായിരിക്കും. പ്രവാചകനാണല്ലോ ചെയ്തത്. അപ്പോ സ്വാഭാവികമായിട്ട് അവരും തിരിച്ചു വന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, 2 കൈ കൊട്ടിയാൽ ഒച്ച ഉണ്ടാകും. ഇതാണ് കുടുംബത്തിലും അങ്ങാടിയിലും പള്ളിക്കളൊക്കെ ഒച്ച ഉണ്ടാകാൻ കാരണം. ഒരാളെന്തെങ്കിലും നറുക്ക് പറയുമ്പോഴേക്കും മറ്റേ ആരോടാ ചോദിക്കാൻ, അത് കഴിഞ്ഞ് ഒച്ചായി. മറിച്ച് ഓൻ ചോദിച്ചോട്ടെ, ഓന്റെ ദേഷ്യക്കാണ് കഴിഞ്ഞിട്ട് ഓനെ തോളിൽ കൂടെ കൈയിരുന്ന മനസ്സിനെ ആലോചിക്കാൻ ഇത്ര സുഖകരായിരിക്കും. ജിബത്തെല്ലിനോട് ചൂടായി ഇതൊക്കെ പറഞ്ഞല്ലോ. കുറെ കഴിഞ്ഞിട്ട് അപ്പല്ല കുറച്ച് കഴിഞ്ഞിട്ട് ജിബത്ത് അപ്പോൾ കെട്ടി പിടിച്ചോ, ഞാൻ വിട്ടാടാ മറന്നു. ഇതൊരാൾക്ക് കഴിഞ്ഞാൽ മതിയല്ലോ. അതിനുവേണ്ടി പഠിച്ചോട് പ്രാർത്ഥിക്കുക. ഒരൊറ്റ കച്ചറ ഉണ്ടായപ്പോ ഒരാൾക്ക് കഴിഞ്ഞ്, ഒരൊറ്റ കച്ചറ മറ്റോനെ കഴിഞ്ഞ്. ജ്യേഷ്ഠനേയന്മാർക്ക് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരൊറ്റ ഇങ്ങനെ ഭാര്യ ഇങ്ങനെ ഞൊടിഞ്ഞപ്പോ അവിടെ ആണൊന്നും ഉണ്ടാകുന്നു. പിന്നെ ഒരു സമയത്ത് മൂപ്പരത്തെ പറഞ്ഞപ്പോ കണ്ടറിഞ്ഞ് ഞാനൊന്നും ഉണ്ടാകുന്നു. റബ്ബിശ്റഹ്ലി സദ്രി, പടച്ചവൻ എനിക്ക് ഹൃദയവിശാലത നീ തരണേ. എല്ലാ തലത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. എന്നിട്ട് മൂസ നബി അലൈഹിസ്സലാം അടുത്ത അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്താരോ, വയസ്സിലി അംരി, എന്റെ കാര്യങ്ങൾ എളുപ്പാക്കി തരണം. കാരണം ഞാൻ ദഅവത്തിന് പോകുന്നത് അള്ളാഹുവേ ചില്ലറക്കാരന്റെ അടുക്കലേക്കല്ല. ഞാൻ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആ പോകുന്നവന്റെ എല്ലാവിധ അഹന്തതയും എനിക്കറിയാം. ആ അഹന്ത നിറഞ്ഞ ഫിർഔന്റെ അടുക്കലേക്ക് ഞാൻ ദഅവത്തിന് പോകുമ്പോ പടച്ച റബ്ബേ എന്റെ കാര്യങ്ങൾ എനിക്ക് എളുപ്പാക്കിക്കൊണ്ട വയസ്സിലി അംരി. ഇവിടെ മൂസ നബി അലൈഹിസ്സലാം ചില സംഗതികൾ സ്പെസിഫൈ ചെയ്ത് പറയാണ് അല്ലാഹുവിനോട്. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എന്റെ നാവിന്റെ ഒരു ചെറിയ കെട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമിന്റെ സംസാരത്തിന്റെ ഒരു ഒഴുക്ക് കുറച്ച് കുറവേനി. ആ ഒഴുക്കിൽ പറയാ പ്രത്യേക കഴിവാണല്ലോ, ഒരു ഒഴുക്കിൽ ഇങ്ങനെ പറയാൻ കഴിയാം. അപ്പൊ പറഞ്ഞു ആ കെട്ടിക്കൊടുക്കുന്ന അയച്ചുണ്ട്, അതെനിക്ക് എളുപ്പാക്കിക്കൊണ്ട് എനിക്ക് എന്തിനാണ് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകണം. ഒരാൾ ചിലപ്പോ കുറേ പറയണത് ആർക്കും മനസ്സിലാവില്ല, ശ്രോതാക്കൾക്ക് മനസ്സിലാവില്ല. അപ്പൊ മനസ്സുണ്ടാണ്ട് പ്രാർത്ഥന. ഞാൻ ക്ലാസ്സിന് പോകുമ്പോ എന്റെ മനസ്സിങ്ങനെ ആഗ്രഹിക്കില്ല, പടച്ചോനെ അവസാനം വരെ എന്റെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനും ഞാൻ ആ ഒച്ചട്ടേനൊക്കെ ഫലം അവരുടെ മനസ്സിൽ ഉണ്ടാക്കാനും കഴിയണേ. അതാണ് അതിന്റെ തലം. യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ അവർക്ക് ഗ്രാഹ്യമാക്കണേ, കേൾക്കണേന്നല്ല. ഫഖഹ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നല്ല വാക്ക്, ഗ്രഹിക്കുക. ഞാൻ പറയുന്ന കാര്യം അവർക്കൊന്ന് ഗ്രഹിച്ചെടുക്കാൻ പടച്ച റബ്ബേ നീ എന്നെ അനുഗ്രഹിക്കണേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി മാത്രം പോരാ, നിങ്ങാണ്ട് പോകാൻ പോലും പേടിയുണ്ട്. കാരണം ഫോണ് ഫിർഔന്റെ അടുക്കലേക്കാ. അതുകൊണ്ട് എനിക്കൊരു കൂട്ടാളിയെ വേണം. വജഅൽനി വസീറൻ മിൻ അഹ്ലി. നിങ്ങൾ ആലോചിച്ചോട്ടോ, ഞാൻ ഈ വാക്കുമെന്ന് ഒന്നും കൂടി എടുക്കുകയാണ്, ഒരു ദൗത്യം കൂടി എടുക്കുകയാണ്. നമ്മൾ ഇതൊന്ന് മനസ്സിരുത്തി നോക്കുക. നമ്മൾ ആരെങ്കിലും പ്രബോധന ദൗത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. നിരന്തരം പ്രാർത്ഥിക്കണം കൂട്ടരെ, നമുക്ക് കൂട്ടാളികൾ ഉണ്ടാകണം, നമുക്ക് കൂട്ടാളികൾ ഉണ്ടാകണം. എടുത്തു പറയാ, വജഅൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഇശ്തുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. എന്റെ കൂട്ടുകാരൻ ഹാറൂനെ നിശ്ചയിച്ചോണ്ട പടച്ചോനെ എനിക്ക് ശക്തി പകരം എന്റെ കാര്യത്തിൽ എനിക്ക് ശക്തി പകർന്നുകൊണ്ട് നീ ഹാറൂനെ എനിക്ക് നിശ്ചയിച്ചുകൊണ്ട എന്ന് മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോ നമ്മൾ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ പ്രാർത്ഥനക്കുള്ള പ്രാധാന്യം അവിടെ മൂസ നബി
അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അള്ളാഹിനോട് മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, എന്തോ ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് സൂറത്ത് ത്വാഹ നിർത്തി ഫുള്ള് വായിച്ചു നോക്കണ്ടിട്ടോ. ഞാൻ ചില ആയത്തുകളെ അർത്ഥം പറയണുള്ളൂ, മനഃപൂർവ്വം പോവാണ്. കാരണം ഓരോന്ന് ആയത്തർത്ഥം പറഞ്ഞാൽ നമ്മളെ വിഷയത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്താൻ എനിക്ക് സാധിക്കൂല. അർത്ഥം പഠിക്കണം എന്നാണ്. സൂറത്ത് ത്വാഹയുടെ ഒരു 3 പേജെങ്കിലും ഓരോരുത്തർ അർത്ഥം വായിക്കണം. എന്നിട്ട് ഇങ്ങനെ അതിന് നെഞ്ചോടെ ഏറ്റാൻ കഴിയണം. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാം, ഇന്ന് ധാരാളമായിട്ട് സ്മരിക്കാനൊക്കെ വേണ്ടിയിട്ടാ പടച്ചറബ് ഈ കഴിവ് എനിക്ക് തരേണ്ടത്. ഇവിടെ അവസാനം പറയാ, ഞങ്ങളെ കുറിച്ച് നീ കണ്ടറിയല്ലോന്ന്. നോക്കി പോകുമ്പേ പോണത് ആരുടെ അടുത്തേക്കാ? ചില്ലറക്കാരന്റെ അടുത്തേക്കല്ല. എന്നിട്ട് ഇതൊക്കെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് പറയാ, ഞങ്ങളൊപ്പം ഉണ്ടാവൂലേ ജി കേട്ടു കണ്ട് ഞങ്ങളൊപ്പം ഉണ്ടാവൂലേ. അതിൽ അള്ളാന്റെ തിരിച്ചുള്ള മറുപടി എന്താ ശ്രദ്ധിച്ചു നിങ്ങള്? അല്ല എന്തേക്കാർ അവിടെ തിരിച്ചു പറഞ്ഞേ? മുസ്ലിമിന്റെ ചരിത്രം കുറെ കേട്ടാണല്ലോ. ഏതാ ആ സമയത്ത് ഇവിടെ മൂസാ നബിക്ക് ഒരു ബേജാറുണ്ട്, പോകേണ്ടത് ഫിർഔന്റെ അടുക്കലേക്കാന്നുള്ള നല്ല പേടിയുണ്ട്. അന്ന് ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ എനിക്ക് നിശ്ചയിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു എന്താ മൂസാ നബി കൊടുത്ത മറുപടി നിങ്ങൾക്കറിയാം? എന്ത് ചരിത്ര ഓർമ്മിപ്പിച്ചത്? അള്ളാഹു കൊടുത്ത മറുപടി ഞാൻ കാക്ക തന്നുള്ളതല്ല, നീ പൊയ്ക്കോ എന്ന് പറയുന്നതിന് പകരം അള്ളൊരു കാര്യം മൂസാ നബിയെ ഓർമ്മിപ്പിക്കണം. എന്താ ഓർമ്മിക്കാറിയോ? മൂസ ചോദിച്ചൊക്കെ എനിക്ക് തന്നു. ഇങ്ങോട്ട് പറയാം, മൂസ ചോദിച്ചൊക്കെ എനിക്ക് തന്നു. ആ കൂട്ടുകാരനെ നിശ്ചയിച്ചൊക്കായി. ഇങ്ങോട്ട് അവിടെ നിർത്തിയില്ല. എനിക്ക് മുമ്പൊരിക്കൽ അനുഗ്രഹം ചൊരിഞ്ഞെന്നിട്ടോ മറക്കണ്ട. ഏതാണ് അനുഗ്രഹം അറിയാം? മൂസാ നബിക്ക് മുമ്പ് അള്ളാഹിനോട് കിട്ടിയ അനുഗ്രഹം ഏതേക്കാരം? ഞാൻ ഇങ്ങനെ സംസാരിച്ചെടുക്കാൻ അത് നടക്കൂല. അന്നേരത്തുള്ളൊരു സദസ്സ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഉറക്ക്. മൂസാ നബി അലൈഹിസ്സലാമിനോട് തിരിച്ചൊരു സംഭവം ഓർമ്മിക്കണ്ടേ? ഏതാ സംഭവം? തോഹ പഠിച്ചവർക്ക് പറയാം. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖറാ إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له فألقيت عليك محبة مني ولتصنع على عيني. ترى മനോഹരാണ് അറിയുന്നത്. മൂസാ നബിക്ക് പേടി ആരടുത്തേക്ക് പോകാന്? ആരടുത്തേക്ക് പോവാ? ഫിർഔന്റെ അടുത്തേക്കല്ലേ പോണ്ടേന്ന്. അതിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ചരിത്രം എന്താ അറിയോ? മൂസേ എനിക്ക് മുമ്പേ അനുഗ്രഹം തന്നിന്. ഏതാണ് അനുഗ്രഹം? നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് ഞാനൊരു വഹി എടുത്തു. ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ അൻ ഖദ്ഫീഹി ഫിത്താബൂത്ത് ഫഖദ്ഫീഹി ഫിൽ യം. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിന്, അറിയില്ല? മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്ത് ഫിർഔൻ അവിടെ ചെയ്തിരുന്നൊരു വലിയ അക്രമം ഉണ്ടായി. ഒരു പാതിരിയിൽ നിന്ന്, ഒരു വേദ പണ്ഡിതനിൽ നിന്ന് ഫിർഔൻ കേട്ടു, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഫിർഔനെ അന്റെ സ്വാധീനം പോകട്ടോ. ഇത് കേട്ട അന്ന് മുതൽ ഫിർഔൻ അസ്വസ്ഥത തുടങ്ങും. സ്വാഭാവികമായിട്ട് രാജ്യത്തിന്റെ തലവനായിട്ട് രാജാവായിട്ട് നിൽക്കുന്ന വേറെ കുറെ വിഭാഗത്തെ അടിമകളായിട്ട് നിർത്തുന്ന ബനി ഇസ്രായേൽ മുഴുവൻ അടിമകളാക്കി വെച്ച ഫിർഔന് തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് ചില്ലറക്കാരല്ല. ഓൾക്ക് വേദന എന്തെങ്കിലും പറഞ്ഞാൽ ഓൾക്കുണ്ടായിരുന്നു പേടി. നമ്മക്കപ്പ തീരത്തില്ലാത്ത ഖുർആൻ അത് പറഞ്ഞു തന്നെ പുല്ലുവേലില്ലാത്ത നമ്മളെ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും. കാരണം വേദം, അവർ വിശ്വസിച്ച വേദത്തെ സത്യമായിട്ട് അവർ കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വേദ പണ്ഡിതന് കിട്ടിയത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതെന്തെങ്കിലും സംഭവിക്കുന്നു ഫിർഔന് ബേജാറോടെ. അല്ലാതെ ഫിർഔൻ അയാളാണ് കൊന്നൊക്കെയല്ല, അയാളോട് വെക്കേ എന്റെ അധികാരം എന്ന് പറഞ്ഞേക്കല്ല. ഞാൻ വല്ലാതെ ആലോചിച്ച സംഭവമാണ്. എന്റെ ചരിത്രം അവിടെ നിന്ന് ക്ലിക്കായി. ആ ഫിർഔനൊക്കെ എത്ര അഹങ്കാരമായിട്ട് ജീവിച്ചപ്പോഴും ആ വേദ പുരോഹിതം പറഞ്ഞ കാര്യം ഫിർഔന് ബേജാറുണ്ടാക്കിയല്ലോ. അപ്പൊ എന്താ ഒരു ഉള്ളിൽ ആ വേദത്തോടും ആ വേദത്തെ ഒരു കാണുന്നൊരു ഇതാണ്. അല്ല ഫിർഔന് വേദം ഉൾക്കൊണ്ടിട്ടല്ല, ഫിർഔൻ വേദം ഉൾക്കൊണ്ടിട്ടില്ല. ഫിർഔൻ റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഫിർഔൻ ആ ഗോത്രത്തിൽ വരുന്ന മുഴുവൻ ആൺകുട്ടികളെയും
കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നത്. ആ ആൺകുട്ടിയെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മക്ക് വഹി കൊടുക്കാണ്. ഒരു പെട്ടിയിലാക്കിക്കോ. മൂസാ നബിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചരിത്രം മറക്കരുത് കേട്ടോ. മൂസാ നബി ഇപ്പൊ എവിടെ ഉള്ളത്? ഇപ്പൊ മൂസാ നബി എവിടെ ഉള്ളത്? സീനാ പർവ്വതത്തിന് തായ്വരയിലുള്ളത്. ആ പർവ്വതത്തിന് തായ്വരയിൽ നിന്ന് അള്ളാഹ് ദൗത്യം ഏൽപ്പിച്ചാണ്. എന്ത്? ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സംഭാഷണം നടക്കുകയാണ്. അപ്പേ ഓർമ്മിപ്പിച്ചെടുക്കണേ, മൂസേ ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടായി, എനിക്ക് മറക്കണ്ട. ഏതാണ് ആ ഘട്ടം? എന്റെ ഇങ്ങോട്ട് പറഞ്ഞെന്താ, പെട്ടിയിലാക്കി ഉമ്മാനോട് ഇടാൻ പറഞ്ഞു. ആ കുട്ടിയെ മറക്കണ്ട. കഴിഞ്ഞില്ല ചരിത്രം. ആ പെട്ടിയിലാക്കി ഇട്ടപ്പൻ അള്ളാഹ് പറയണ്ട ആരോട്? ഉമ്മാനോട്. എന്റെയും അവന്റെയും ശത്രുവിനെ എടുത്തോളൂ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മക്ക് അന്നേ പടച്ചോ സൂചന കൊടുക്കുന്നു, അവന്റെ ശത്രുവാണ് ഫിർഔൻ, എന്റെയും ശത്രുവാണ് ഫിർഔൻ. എടുത്തിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔന്റെ അടുക്കലേക്ക് എത്തിയില്ലേ? ആ പെട്ടി എത്തി. ഫിർഔൻ തുറന്ന് കൊല്ലാൻ ഒരുങ്ങിയില്ലേ? പക്ഷെ കൊന്നോ? ഇല്ല. അവിടെ നോക്കി നിങ്ങൾ ഇടപെടൽ. ഭാര്യയുടെ മന്ത്രം ഫലിക്കുന്നു. ഭാര്യ പറയുന്നു, ഏയ് കൊല്ലല്ലേ, ഇത് നമുക്ക് വളർത്താൻ, ഒരു കുട്ടിയല്ലേ, പിഞ്ചു പൈതലല്ലേ, നമുക്ക് വളർത്താൻ. നോക്കിട്ട് ഇവിടെ വലിയൊരു തന്തുണ്ട് ഇവിടെ. ഫിർഔൻ ആരെ പേടിച്ചിട്ടാണോ ഫിർഔൻ അന്ന് ആ സമൂഹത്തിൽ ജനിക്കുന്ന പ്രത്യേക ഗോത്ര വർഗത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും അറുകൊല ചെയ്തത്? ആ പേടിച്ചവനെ ആരാ വളർത്തുന്നത്? നോക്കിങ്ങൾ പടച്ചോ. ഈ ചരിത്രം നമുക്ക് കേട്ടൊരു പാടുണ്ട്. പടച്ചോനൊരു സംഗതി വിചാരിച്ചാൽ അത് ലോകത്ത് നടന്നിരിക്കും. അതിനാരെതിർത്തിട്ട് കാര്യമില്ല. എത്ര രാജ്യ ഭരണമുള്ള എതിർത്ത് നമുക്കൊരു സന്തോഷകരം കേട്ടോ. നമ്മളിങ്ങനെ വെച്ചാല് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴേക്കും ഫുൾ എതിരാട്ടോ. SIR വന്ന്, മറ്റം വന്ന്, മൂന്നാമത്തെ ടേമിൽ പിന്നെയും ഭരണം നടത്തി. ഇനിയും നടക്കൂലട്ടോ. പള്ളി നിർമ്മാണമൊക്കെ ഇങ്ങോട്ടെ ബേജാറ്. എന്തിനാ കൂട്ടരെ ബേജാറാണ്? ആവശ്യമില്ലാത്ത ബേജാറുകൾ. ഞാൻ പറയേ, ആവശ്യമില്ലാത്ത ബേജാറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പരീക്ഷണത്തിന്റെ 1% ഉണ്ട്. അപ്പത്തെ പരീക്ഷണം ആൾക്കാർ പറയാ, ദീനി പ്രബോധനಕ್ಕೆ എത്ര ടൈറ്റാ, എങ്ങനെ ക്യാമ്പസുകളിലൊക്കെ പ്രബോധനം ചെയ്യാ, എങ്ങനെ ദീൻ ഉൾക്കൊള്ളാൻ. അവിടക്കൊന്നും എത്തിയിട്ടില്ല കൂട്ടരെ, അവിടക്കൊന്നും എത്തിയിട്ടില്ല നമ്മള്. അവരെയൊക്കെ ദീൻ ഉൾക്കൊണ്ടതിന്റെ പേരിൽ റൂമിലിട്ട് ചുട്ടു പഠിപ്പിച്ചിരുന്നു, പുകട്ടിരുന്നു. പ്രയാസം സഹാബത്തിന്റെ ശരീരത്തിൽ മുഴുവൻ മുറിപ്പാടുകളെ നിങ്ങൾക്കറിയോ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? സഹാബത്തിന്റെ ശരീരത്തിലെ അവർക്ക് നല്ല ചുപ്പ് ഇങ്ങനെ എന്താ ഒരു മോഡലാക്കി എടുത്തൊക്കെ മറ്റു രൂപത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ വെട്ടും കുത്തും കൊണ്ട പാടുകൾ മിക്ക സഹാബത്തിന്റെ മേലുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയണം. ഒരു യൂട്യൂബ് വിമർശനം കേട്ട കഴിഞ്ഞ നമ്മളെ ദീന്. ഏതെങ്കിലും ഒരു അണ്ടകോടൻ ഞാൻ പറയാം, ഒരു അഡ്രസ്സും ഇല്ലാത്തവൻ ഏതെങ്കിലും ഒരു വിമർശനവുമായി വന്ന് ബുദ്ധിജീവി എന്ന് കേരളത്തിലെ അവർക്ക് പേരിട്ട്, ബുദ്ധിയില്ലാത്ത ആളുകൾ അവർക്ക് കേരളം ഇട്ട പേരാണ് ബുദ്ധിജീവികൾ. സ്വന്തം ദൈവത്തെ, സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിയാത്തവനെ ബുദ്ധിജീവി എന്ന് പേരിട്ടവൻ നമ്മളാണ് പറയാം. ബുദ്ധിജീവി എന്നാലും വിളിക്കുകയും ചെയ്യരുത്. അവിടെ നിരീശ്വരവാദി നമുക്ക് പറയാം, ദൈവ നിഷേധി നമുക്ക് പറയാം, കാഫിർ എന്നവൻ നമുക്ക് പറയാം. പക്ഷെ ഇതെങ്ങനെ നമ്മൾ പറയും? ബുദ്ധിജീവി എന്ന് ആരിട്ട പേരെ എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് എപ്പോ ആ വാക്ക് അവരെപ്പോ ഞാൻ പറയാൻ ചോദിച്ചാൽ മനഃപൂർവ്വം അങ്ങനെ ഞാൻ പറയാം. ബുദ്ധിജീവി എന്നല്ല അവരെ പറയേണ്ടത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇവിടെ ഫിർഔൻ എന്ന് പറയുന്ന ഒരു എന്താ ക്രൂരൻ ആരിവിടെ ഉണ്ടാകരുത് എന്നാണോ വിചാരിച്ചത്? അയാൾ വളരുന്നത് ആരുടെ തട്ടകത്തിലാണ്? ഇത് ആയത്തേനെ ഓതുമ്പോണ്ടല്ലോ അതിന്റെ അർത്ഥം അറിയുന്നവർക്കും പഠിച്ചവർക്കും അറിയാം. മുസേ ഓർക്കണം, മുമ്പ് സംഭവം ഇവിടെ കഴിഞ്ഞോയിന്. ആ പർവ്വതത്തിന് തായ്വരയിൽ ഇങ്ങനെ നിർത്തിയിട്ട് പറയാ, ചെറുപ്പം മുതലേ ചെറിയ കുട്ടിയായപ്പേ അന്നങ്ങനെ പുഴയിലൊക്കിട്ടേ ഞാനിപ്പ എന്നോട് ഈ പറയുന്ന ആളില്ലേ ഓടുത്ത്
ഓർക്കണം, ഇപ്പൊ നിന്നോട് പറയുന്ന ഈ ശത്രുല്ലേ എടുത്തിട്ട് അവന്റെ വീട്ടിലെത്തി. എന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ ഉമ്മാക്കൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഉമ്മ കുട്ടീനെ ഏൽപ്പിച്ചിന്, പെങ്ങളെ ഏൽപ്പിച്ചിന്, ഏട്ടത്തിനെ ഏൽപ്പിച്ചിന്. പോയോ കിണ്ണിയെ, എന്താണത് പെട്ടിയെന്ന്, എന്താണതൊന്ന് പോയോ കിട്ടോ. കുട്ടി ഒപ്പം നടന്ന ചരിത്രം പറയണത്. ഇത് കുട്ടി വളരെ തന്ത്രപരമായിട്ട് ഇടപെടുക. അഥവാ ഫിർഔൻ എടുത്തു, എല്ലാവരും പാലെടുത്തു നോക്കി. ചെറിയ പിഞ്ചു പൈതലല്ലേ, പാല് കൊടുക്കുന്ന കുറെ സ്ത്രീകളുടെ ഉണ്ട്. കൊടുത്തു നോക്കി, ആരും പാലും കുട്ടി കുടിക്കാൻ കൂട്ടാക്കണില്ല. വളരെ തന്ത്രപരമായിട്ട് പെങ്ങൾ അവിടേക്ക് കയറി ചെന്നു. കുട്ടി പറഞ്ഞു, ഇതിന് ഉമ്മാനക്ക് അറിയുന്നല്ല. കുട്ടി ഇമ്മാനും കരയുന്നല്ല പറഞ്ഞേ, പടച്ചോനെ അവളെ സംസാരിപ്പിക്ക. പടച്ചോൻ പറഞ്ഞു, കുട്ടി എന്താ പറഞ്ഞാലോ, ഓൻ ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് പറയും. എന്തിനാ പടച്ചോൻ അങ്ങനെ അറിയിച്ചെടുത്ത്? അറിയിച്ചെടുക്കുന്നു. എന്നിട്ട് പറയാ, പിഞ്ചു കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കുമ്പോ ഒരു ഉമ്മയുടെ മനസ്സുണ്ടാവും, പിടയുന്ന മനസ്സ്. ആ ഉമ്മക്ക് കണ്ണുനീര് വരാതിരിക്കാൻ, ഉമ്മ വ്യസനിക്കാതിരിക്കാൻ, അവരുടെ കണ്ണുകൾ കുളിർമയുള്ളതാകാൻ വേണ്ടി ഞാൻ ഉമ്മാന്റെ അടുത്ത് കണ്ണൻ മടക്കി. ഈ മടക്കിയവൻ എന്നോട് പറയണേ ബൈക്കോന്ന് ഉണ്ടോ? ഈ മടക്കിയവനാണ് എന്നോട് പറയുന്നത് ആരടുത്തേക്ക് ബൈക്കോ? ഫിർഔന്റെ അടുക്കിലേക്ക് ബൈക്കോ. ഇതാ കൂട്ടർ നമ്മളെ മനസ്സിലുണ്ടാണ്ടത്. ഇത് നമ്മളെ മനസ്സിൽ നമ്മൾ പല പ്രതിസന്ധികളിൽ നിന്നും കഴിഞ്ഞു പോകുന്നുണ്ടാവും. പടച്ചവർ ഉത്തരവാദിത്തം നമ്മളാണ് ഏൽപ്പിക്കുമ്പോഴേക്കും, ഇനിയിപ്പോ എന്തായാലും വഹി മുഖേന നമ്മളെ ഏൽപ്പിക്കൊന്നുമില്ല. പല കോലത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരും. അപ്പോഴേക്കും ബേജാറും പേടിയൊന്നല്ല വേണ്ടി, ധൈര്യത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. എന്നെ പ്രതിസന്ധികളിൽ തളർത്താതെ പിടിച്ചു റബ്ബ്. എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ പല കോലത്തിൽ നമുക്കൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ മറികടന്നാലെ അല്ല കൂട്ടരെ പടച്ച റബ്ബ് മറികടത്തി തന്നതാ. എനിക്ക് ക്ഷമിക്കുവാനും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും എനിക്ക് ഊർജം തന്ന, സങ്കല്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് വന്നിട്ടുണ്ടാകില്ലേ? ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ ആ പ്രതിസന്ധി തരണം ചെയ്ത് ഞാൻ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നു, ഞാൻ ഇന്നും എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ വരണം, ആ പടച്ച റബ്ബിന്റെ കൂടെ ഉണ്ട്, ആ പടച്ച റബ്ബിന്റെ കൂടെ ഉണ്ടാവും. മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാമും കൂടി പിന്നെ അള്ളാഹിനോട് പറയാ. എന്താ പറയണറിയോ? ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യതഗാ. ഞങ്ങൾക്ക് പേടിയുണ്ട് ഫിർഔന്. കാരണം അവർക്ക് നല്ലോണം അറിയാം ഫിർഔൻ ആരാണ്. ഫിർഔൻ ഞങ്ങളെ മേൽ വല്ല അതിക്രമവും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി. ഇനി അതാണ് നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന അടുത്ത സാധനം. ഇന്ന് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ പൊന്നു രക്ഷിതാക്കളുടെ മനസ്സിലും കുട്ടികളുടെ മനസ്സിലൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധനത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുന്നത്. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശാലമായിട്ട് പഠിക്കാനൊക്കെ ഉള്ളതാണ്. ഞാൻ അതിന്റെ ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഓതി വേഗത്തിൽ അതിന് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്, മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാം. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പേടിക്കുമ്പോൾ ആദ്യം ചെറുപ്പകാലത്ത് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്ത് എമ്പാടാണ്. കാരണം എന്താ, അന്ന അത്രയും ഫിർഔൻ എല്ലാവരും കൊന്നപ്പോഴും പുഷ്പം പോലെ സ്വന്തം ഉമ്മാക്ക് നോക്കിയാൽ, സ്വന്തം ഉമ്മാക്ക് ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും അങ്ങനെ സ്വന്തം ഉമ്മാക്ക് മുലയൂട്ടിയതിന് ശമ്പളം കൊടുപ്പിച്ചില്ല ഫിർഔനോട്? എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളാലോചിക്കുക, നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യമാർക്ക് നമ്മളെങ്ങാനും ശമ്പളം കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ കിട്ടണ വരുമാനം ഓൽക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അല്ലേ ഓലെടുക്കണ ജോലികൾക്ക് അതിനുണ്ടാവുള്ളൂ. ഇനി അങ്ങനെ സ്വന്തം ഉമ്മക്ക് ഫിർഔനോട് കൊടുപ്പിച്ച് ശമ്പളം, സുഖസുന്ദരമായിട്ട് കൊട്ടാരത്തിൽ വളർന്നു വന്നു. നല്ല അതിമനോഹരമായ കൊട്ടാരത്തിൽ ആര് വളരുതെന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രം പിന്നീട് ഫിർഔന്റെ ചരിത്രങ്ങൾ പിന്നീടുള്ളതല്ല പറയണില്ല. ഫിർഔൻ അതിന്റെ ശേഷം കൊന്നിട്ടുണ്ടാവുമല്ലോ കുട്ടികളെ. ആലോചിക്കണി, അതിന്റെ ശേഷവും അവിടെ വളർന്നു വന്ന ആൺകുട്ടികളെ ഫിർഔൻ കൊന്നിട്ടുണ്ടാവുമല്ലോ. കാരണം എന്താ, ഈ കുട്ടിനെ ഞാൻ വളർത്തുന്നത് എന്റെ ഭരണം പോണ കുട്ടിയാണ്. ഫിർഔൻ ഒരിക്കലും മനസ്സിലാക്കുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ പടച്ചോ എല്ലാരും കൊന്നപ്പോയും സ്വന്തം കാലടിയിൽ വളർത്തിക്കൊണ്ടുവന്നു, ഒരു ഉപദ്രവവും ഇല്ലാതെ. സ്വന്തം ഉമ്മക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഉമ്മക്കുറഞ്ഞുകൾ ആലോചിക്കണി, ഇത് വേണമെങ്കിൽ അള്ളാഹ്ക്ക് തിരിച്ചു ചെയ്യാം. ആരും കാണാതെ ആരോടെ നിർത്താം. ഫിർഔനൊരു അറിവും കൊടുക്കാതെ ഉമ്മാന്റെ അടുത്ത് കുട്ടിനെ വേണമെങ്കിൽ നിർത്താം. പക്ഷെ ഉമ്മക്ക് വേജാറുണ്ടാവില്ലയോ? ഉണ്ടാവുകനി. ഏത് ഫിർഔൻ എങ്ങാനും കണ്ടാൽ ഒരു വയസ്സരെ പൂത്തി നിർത്തി, രണ്ടാമത്തെ വയസ്സ് കണ്ട, മൂന്നാമത്തെ വയസ്സിൽ കണ്ട, പടച്ചോന് 4 വയസ്സായി കുട്ടിയൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ കണ്ടാ ഫിർഔൻ കൊല്ലല്ലോ എന്നുള്ള പേടി ഉണ്ടാവുകയോ? ഉണ്ടാവും. അതിനൊക്കെ തിരുത്തലല്ലേ. ഫസ്റ്റ് ഈസനെ പെട്ടിയിട്ടാളാണ് പൈക്കോട്ടെ ആനി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു വേജാറുമില്ല ഉമ്മാക്കിപ്പോ. കാരണം ഫിർഔന്റെ കുട്ടിയാ. ഫിർഔന്റെ കണക്കിന് ആരാ? ഫിർഔൻ ദത്തെടുത്ത കുട്ടി. ഫിർഔൻ കടലിൽ നിന്ന് പുഴയിൽ നിന്ന് ഒലിച്ചു വന്നപ്പോ എടുത്തൊരു കുട്ടി. ഭാര്യ ആറ്റ് നോറ്റ് നമ്മൾ ഇതിനെ വളർത്തുക എന്ന് പറഞ്ഞ കുട്ടി. പക്ഷെ ആരെടുത്താ കുട്ടിയുള്ളത്?
സ്വന്തം ഉമ്മയുടെ കയ്യിൽ. ആരാ പാലെടുക്കുന്നത്? സ്വന്തം ഉമ്മയാണ് പാലെടുക്കുന്നത്. ആ പാലെടുക്കുന്നതിന് ഉമ്മാക്ക് ശമ്പളം കിട്ടുന്നു. നോക്കി നിങ്ങള്, അള്ളാഹു എത്ര മഹാൻ. ആ അള്ളാഹു ഇത് ഓർമ്മപ്പെടുത്തി മൂസാ നബി അലൈഹി സ്വലാമിനോട്, ഇങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയാണ്. ആ അള്ളാഹ് പറയണത് പൊയ്ക്കോ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഒന്നുകൂടി പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ പോകുന്ന സമയം ആ സമയത്ത് രണ്ടാളും ഫിർഔന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്തുക്കോ, പൊയ്ക്കോ എന്നാ പറയണത്. ആ പൊയ്ക്കോ എന്ന് പറയുന്ന സമയത്തിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ എന്തുണ്ട് പറയേണ്ട വാക്ക് ആ ആയത്ത് കൂടി ഒന്ന് പറയേണ്ടത് അനിവാര്യമാണ്. ആ ചരിത്രം പറയുമ്പോൾ ആ വാക്കടെ പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് അവൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയാം, നിങ്ങൾ രണ്ടാൾ എന്താ പറയേണ്ടത് അറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ആ ഫിർഔനോട് വളരെ സോഫ്റ്റ് ആയ വാക്ക് പറഞ്ഞാൽ മതിട്ടോ. കാരണം ഇജ്ജ് വിചാരിച്ചില്ലെന്ന് ഞങ്ങൾ ഇവിടുന്ന് മരിക്കൂല, ഞങ്ങളെ പടച്ചോൻ പടം നിർത്തിയതാ എന്ന് പറഞ്ഞാണ്ട് പോണ്ട. മറിച്ച് ആ ഫിർഔൻ ഗജപോക്കിരിയാണ്, മാത്രല്ല ഭയങ്കര അഹങ്കാരിയാണ്. പക്ഷെ ഫിർഔനോട് ചൂടാണ്ട. നോക്കിങ്ങള്, ദൈവത്തിന്റെ ഏറ്റവും വലിയ വശാണ് ചൂടായണ്ടല്ല ദൈവത്തെടുക്കേണ്ടത്, ചൂടായണ്ടല്ല. നീ നല്ല ലയ്യനായ വാക്കാ പറഞ്ഞു കൊടുക്കണ്ടേ. ഏറ്റവും പ്രധാനമാണിത്. നമ്മള് പ്രബോധനത്തിൽ പല രീതി ഉണ്ടല്ലോ അല്ലേ? ഇപ്പം വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഒരു കുട്ടി, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഒരു കുട്ടി ഇടത് കൈനോട് കുടിക്കാന്ന് കേട്ടോ. ആ കുട്ടിയെ തിരുത്താന്നുള്ളത് എന്താ? ദഅവത്താണ്. ഖൈർ കൽപ്പിക്കലും നന്മ കൽപ്പിക്കലും തിന്മരും. ആ കുട്ടിയോട് തിരുത്തേണ്ട രീതി എങ്ങനെ തിരിച്ചറിയണം നമ്മൾ. അത് നമുക്ക് പലപ്പോഴും വിട്ടുമായിരുന്നു. ചിലപ്പോൾ നമ്മുടെ സ്വാധീന വലയത്തിനനുസരിച്ച് നമ്മൾ ശകാരിക്കൊക്കെ ചെയ്യാം. പക്ഷെ രീതി ശരിയല്ല. ശരിക്കും നമ്മൾ സ്നേഹത്തോടെ വരണം. റസൂലുള്ളാഹി കാട്ടിയിരുന്നില്ല രീതി. റസൂലുള്ളാഹി കാട്ടിയിരുന്നില്ല. അടുത്തുനിന്ന് തിന്ന്, വലത് കൈനോട് തിന്ന്, അതല്ലേ തിന്നണ്ടേ. നബി എന്താ പറഞ്ഞു കേട്ട്? ഇടത് കൈനോട് തിന്നല് പിശാചാടാ, ഇടത് കൈനോട് കുടിക്കല് പിശാചാടാ, അത് പിശാചിന്റെ, നമ്മളെ ചെയ്യേണ്ട. എത്ര സോഫ്റ്റ് ആയിട്ടാ പ്രവാചകൻ പറഞ്ഞു. പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു അഅറാബിയെ എല്ലാരും കൂടി കൈകാര്യം ചെയ്യാൻ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്ന് നബി എന്താ പറഞ്ഞത്? ഏയ് വിടടോ അയാളെ ഫ്രീ ആക്കി. എന്നിട്ട് അയാളോട് വെള്ളെടുത്ത് മൂത്ത് അവിടെ ഒഴിക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞു. നോക്കി നിങ്ങൾ ആ ഹൃദയവിശാലതയും ആ ദൗത്യ നിർവഹണവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിക്കരികിൽ മൂത്രം വഹിച്ച അഅറാബിയായിട്ടുള്ള ആ മനുഷ്യനെ തന്റെ സ്വഹാബത്ത് ഒരു പ്രതി എന്നോണം പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ പ്രതിയെ തന്റെ അടുക്കലേക്ക് മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹി പറയാ, തന്റെ സഹാബത്തിനോട് ഒരു പാത്രത്തിൽ വെള്ളെടുക്കി, എന്നിട്ട് അവിടെ ഒഴിച്ചൊടുക്കി. എന്നിട്ട് അടുത്തിരുത്തിയിട്ട് ആ മനുഷ്യനോട് റസൂലുള്ളാഹി പറയാ, ഇത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന തസ്ബീഹ് ചെല്ലുന്ന ഇടമാണ്, ഇവിടെ അത് ചെയ്യരുത്. നോക്കിങ്ങള് എത്ര സോഫ്റ്റ്. പടച്ചോൻ നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം നമ്മൾ പള്ളി കൊണ്ടെടുക്കണോലാ, നമ്മൾ മദ്രസ കൊണ്ടെടുക്കണോലാ, ദീന് കൊണ്ടെടുക്കണോലാ. പക്ഷെ വേണ്ട ഈ മനസ്സ് സോഫ്റ്റ് ആയിട്ടൊന്ന് പറയാൻ, ഒന്ന് നല്ല രൂപത്തിലൊന്ന് പറയാൻ, എതിർക്കുന്നവനോട് പോലും ആ നല്ല രൂപത്തിൽ നമുക്ക് പറയാൻ. പള്ളിയിൽ നിന്ന് ഒരു കുട്ടി വർത്താനം പറഞ്ഞാൽ പോലും അമ്മാന്റെ മനസ്സ് പടക്കും. പടച്ചോനെ ഇപ്പൊ ആരൊക്കെ മേലിൽ പ്രശ്നം ഉണ്ടാക്കി അറിയില്ല. നമ്മടുത്തൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കണത് നമ്മളെ ആളുകളൊക്കെ ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്വതയുള്ളവരാണ്. കണ്ടു അറിയല്ലേ, ആചാര്യ നോമ്പിലാട്ടോ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞ ചൊല്ലുണ്ടായി. ഞാനൊക്കെ പോയിട്ട് ഇപ്പൊ അല്ലേ, ആചാര്യ നോമ്പ് പറ്റുന്നു കേട്ടോ. നോമ്പറ്റ കൂടുതൽ ഹീറ്റായിരിക്കുന്ന നോമ്പറ്റ കൂടുതൽ ശരിക്കും എന്താ നോമ്പറ്റാൻ നോമ്പറ്റ ശരിക്കും എന്താണ്ടി കൂടുതൽ ക്ഷമാലും. നോമ്പതിനാ കൂടുതൽ ക്ഷമാലും. പക്ഷെ പണ്ടത്തെ ചൊല്ലെന്തേനി ആചാര്യ നോമ്പ് പറ്റുന്നു കേട്ടോ, കരുതിക്കട്ടോ എന്ന് പറഞ്ഞാൽ നോമ്പറ്റി ആചാര്യ ചൂടേക്കാരാണ്. കാരണം പട്ടിണി എടുക്കണല്ലോ. പിന്നെ ആർക്കാ നോമ്പ്? പടച്ചോ അങ്ങനെ നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് സോഫ്റ്റ് ആകാൻ നമ്മൾ പഠിക്കണം. സ്വന്തം ഭാര്യയെ ഒരു വിഷയം തിരുത്തേണ്ടി വന്നാൽ സ്വന്തം ഉമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ടി എന്നാൽ, ബാപ്പയോട് പറഞ്ഞു കൊടുക്കേണ്ടി എന്നാൽ, അനിയനോട് പറഞ്ഞു കൊടുക്കേണ്ടി എന്നാൽ, നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കേണ്ടി എന്നാൽ സോഫ്റ്റ് ആയിട്ട് പറയാം. കാരണം അയാളത് തിരുത്തണം നിർബന്ധം നമുക്കില്ല. നമുക്കറിയാം, നമുക്ക് ഇല്ല. അയാള് ശരിയായില്ലെങ്കിൽ നമ്മളെ വിഷയം ശരിയാക്കുക എന്നല്ലാതെ അയാളെ ശരിയാക്കണം എന്നുള്ള ദൗത്യം നമുക്കില്ല. അയാളോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ദൗത്യമുള്ളൂ. അത് ഉൾക്കൊള്ളുകയോ അതല്ലെങ്കിൽ അള്ളാനെ ഭയപ്പെടുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് ലയ്യനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതിനർത്ഥം ഇതൊരു കൂട്ടി പറയേണ്ട ഒരു വിഷയമുണ്ട്. ഇതിനർത്ഥം കുട്ടികളൊക്കെ ജീവിക്കുമ്പോ കുട്ടികളൊക്കെ അങ്ങനെ കേൾക്കോട്ടെ എന്നോ പറഞ്ഞത് ലയ്യനായിട്ട് പറയണമെന്നല്ലേ. ഒന്ന് നിസ്കരിക്കാൻ പോണില്ലെങ്കിലും ഞാൻ അവനെ ശകാരിക്കൂല എന്നില്ല. ഇതേ റസൂലുള്ള ശകാരിച്ച സന്ദർഭങ്ങളുണ്ട്. അരുതായ്മ സ്വന്തം മക്കൾ ചെയ്തപ്പോ പ്രവാചകൻ കണ്ണ് ചുവപ്പിച്ച സന്ദർഭം
സന്ദർഭങ്ങളുണ്ട്, അറിയാലോ നിങ്ങൾക്ക് അല്ലേ? കണ്ണ് ചുവപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ. സ്വഹാബത്തിനോട് കണ്ണ് ചുവപ്പിച്ച സമയങ്ങളുണ്ട്. അരുതായ്മ സ്വഹാബത്ത് ചെയ്തപ്പോ സ്വഹാബത്തിൽ നിന്ന് ചില വാക്കുകൾ അല്ലെ, കുറ്റം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ റസൂലുള്ളാഹിയുടെ മുഖം വിവർണമായി. അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്. അത് സാഹചര്യങ്ങൾ ഉൾക്കൊള്ള, നമ്മൾ ആരോട് എങ്ങനെ എന്തെന്ന് കൃത്യമായിട്ട് ഉൾക്കൊള്ള. ഹൃദയം അത് ഒരാളോട് ചിലപ്പോ പറയുന്ന സമയത്ത് ആ ചൂടാകുമ്പോഴും അയാളോടുള്ള ദേഷ്യമല്ല ആ ചൂട്. ആൾക്കാർ ധരിച്ച് അയാളോടുള്ള ദേഷ്യമാണ്. ആ തിന്മയോടുള്ള വൈകാരികത ഉണ്ടായത്. ചെയ്ത തിന്മ വ്യക്തിയോടല്ല, ഞാൻ ആവർത്തിക്കാണ്, ആ ചെയ്ത തിന്മയോടാണ് വൈകാരികത വേണ്ടി. ആ ചെയ്ത തിന്മ ചെയ്ത വ്യക്തിയോടല്ല. ആ തിന്മ എന്ന് പറയണേ ആ വ്യക്തിയോട് നമുക്ക് എന്താ വേണ്ടി അറിയോ? സഹതാപം വേണ്ടി. പടച്ചോനെ നന്നാക്ക്. അയാൾ അത്ര ക്രൂരനാണെങ്കിലും നന്നാക്കി കൊടുക്കും പടച്ചോനെ. അയാൾ അങ്ങനെയൊക്കെ നടക്കണമെന്നായാലും നന്നാകാനുള്ള മനസ്സെടുക്കും പടച്ചോനെ. റസൂലുള്ളാഹി ഒരിക്കൽ കണ്ണുനീർ വാർത്ത സന്ദർഭം നമുക്ക് അറിയില്ലേ? അറിയണ നമുക്ക്. പ്രവാചകൻ ഒരു ജൂതന്റെ എന്താ ജനാസ കൊണ്ടുപോണ സമയത്ത് പ്രവാചകൻ ആദ്യം എണീറ്റു. അതിലെന്നെ സഹാബത്ത് എന്തിനാ പ്രവാചകൻ എണീറ്റ്? അതൊരു ജൂതന്റെതല്ലേ? അതിൽ പ്രവാചകൻ അതൊരു മനുഷ്യനല്ലേ, ഓരോട് എണീക്കാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ അപ്പുറത്ത് കൂടി ഒരു ചരിത്രം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇങ്ങനെ റസൂൽ ഇങ്ങനെ ഒരു കണ്ണുനീർ വെച്ചു, ഭയങ്കര ദുഃഖം കണ്ടപ്പം സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ ഒരു ജൂതൻ മരിച്ചതിന് നിങ്ങൾ എന്താ ദുഃഖിക്കണത്? റസൂൽ ഒപ്പമുള്ളവരെ ഇങ്ങനെ വിളിച്ചിട്ട് റസൂൽ ചോദിക്കുക, പേര് വിളിച്ചിട്ട്, നോക്കിയാ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടോ അവന് ഹിദായത്ത് കിട്ടാതെ മരിച്ചല്ലോ, നമുക്ക് അങ്ങനെ ദുഃഖം തോന്നിയോ? ഒരു തൗഹീദുള്ള ഒരാൾ ഇവിടെ മരിക്കുമ്പോ ആ ജനാസയിൽ പങ്കെടുക്കണമെന്നും പോകണം എന്നൊക്കെ വല്ലാത്ത ദുഃഖം നമ്മൾ പോകലുണ്ട്. കൂട്ടരെ, നമ്മളെ ചുറ്റുഭാഗത്ത് നിന്ന് അള്ളല്ലാത്തവരെ വിളിച്ചു തേടി പ്രാർത്ഥിച്ച് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവിടെ മരണപ്പെട്ടു പോകുന്ന ഒരുത്തൻ മരിച്ചു പോകുമ്പോ നമുക്ക് തോന്നിയണോ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തണോന്ന് തോന്നണം. ദൗത്യം വലുതാണ്. പറഞ്ഞു കൊടുത്തണോ നമുക്ക് തോന്നിയെന്തെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ ഇല്ലാത്തൊരു പ്രശ്നമാണ് ശരിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ദൗത്യം. നാട് മുഴുവൻ നമ്മളെ ആൾക്കാരെ പോയി വിചാരിച്ചെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇപ്പൊ യൂട്യൂബുകളൊക്കെ ഉണ്ടല്ലോ, അതിലാണ് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഒരു കുടുംബ വിജ്ഞാന വേദി ഉണ്ട്, നമ്മൾ നോട്ടീസ് കൊടുക്കാം. കുടുംബം ഇങ്ങനെ പോയാണ്ട് നമ്മളെ വരെയൊക്കെ ഇട്ടെടുത്ത് പോയി വിശാലത ആണ്ട്. ശരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ? ആര് എവിടെ പ്രോഗ്രാം വെക്കുന്നുവോ അവിടുത്തെ മുഴുവൻ ആളുകൾ വീട്ടിൽ വന്നല്ലേ എന്നല്ല, മനസ്സിലാണ്ടിയുള്ളൂ. ഞാൻ അറിയിച്ചെടുത്തല്ല റബ്ബേ എന്ന് പറയാൻ, ഞാൻ എനിക്ക് നേരിട്ട് അയാളോട് പറയാനുള്ള കഴിവില്ലേ, പക്ഷേ അറിയിക്കുന്ന സദസ്സിലേക്ക് ഞാനോട് ക്ഷണിച്ചിരുന്നു റബ്ബേ എന്ന് പറയാൻ നമുക്ക് കഴിയോ? നമ്മുടെ ചുറ്റുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. പ്രത്യേകിച്ച് ദൗത്യം കൂടുതലാണ്. കുറഞ്ഞ മുജാഹിദുകളുള്ള ആൾക്കാർ പലപ്പോഴും വിചാരിച്ചെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ദൗത്യം കുറവാണ്. കുറഞ്ഞ മുജാഹിദുകൾ ജീവിക്കുന്ന ഏരിയയിൽ ഞാൻ എപ്പോഴും ഒരു സംഘാടകൻ എന്നുള്ള ഒരു വാക്ക് പറയാം. നമ്മളെ പോയി നോട്ടീസൊക്കെ വിതരണം ചെയ്യാൻ കൊടുക്കുമ്പോഴും ലെഗിലേക്ക് കൊടുക്കുമ്പോഴൊക്കെ നമ്മളെ ആളുകൾ എന്താ ചോദിച്ചാൽ, ചെറിയ ശാഖ കുറഞ്ഞ എണ്ണം മുജാഹിദുകളുള്ള സ്ഥലത്തേക്ക് കുറച്ച് മതി, അങ്ങനെ കുറച്ച് ആൾക്കാരുള്ള. ശരിക്കും ഒരു ആൾക്കാർ ജനപ്പെരുപ്പം കൊണ്ട് കൂടുതലുണ്ടാവില്ലേ? ഒരു കൂടുതലല്ലേ വാങ്ങേണ്ടത്? വിശാലിച്ച് ആലോചിച്ച് നിങ്ങൾ കൂടുതലേ. റസൂലുള്ളാഹി ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ദൗത്യം നിർവഹിച്ചോ നോക്കണേ, എനിക്ക് ഒരുപാട് വീടുണ്ടാടെ ഹിദായത്ത് കിട്ടാത്തവരാ, ഞാൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് വാങ്ങില്ല വേണ്ടി, അവർക്ക് കൊണ്ടെടുത്തോക്കല്ലേ വേണ്ടി. അവിടേക്ക് നമ്മൾ ഉയരണം. അതാ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നീ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ എല്ലാ തലത്തിലും അത് നമുക്ക് സാധിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ഓല് വീണ്ടും പറയാ, അവർ രണ്ടാളും കൂടി പറഞ്ഞു. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറൂൻ നബിയുടെ അടുക്കലെത്തി. ചരിത്രം മറക്കരുത് കേട്ടോ. ഓല എവിടെ എത്തി? ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഒരുമിച്ചെത്തിപ്പോ ഓല് രണ്ടാളും കൂടി അള്ളാഹിനോട് പറയാൻ, ഈ പറഞ്ഞൊക്കെ ശരിയാ, ചെറുപ്പത്തിനെ രക്ഷിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാലും എന്റെ മേൽ, ഞങ്ങളുടെ മേൽ അതിക്രമം പ്രവർത്തിക്കുമോ എന്നും അവൻ അതിര് കവിഞ്ഞ് ഞങ്ങൾക്ക് മേൽ അക്രമം പ്രവർത്തിക്കുമോ എന്ന് പേടിയുണ്ട് പടച്ചോനെയാൻ. അതിൽ അള്ളാഹ് പറഞ്ഞ മറുപടി എന്താന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? വേറെ ചരിത്രം പഠിപ്പിക്കല്ല പിന്നെ അള്ളാഹ് ചെയ്യണത്. അള്ളാഹു പറയണ വാക്ക് നോക്കി നിങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു വാക്ക്. അള്ളാഹു പറയാ, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ രണ്ടാളും ഭയപ്പെടല്ലേ, ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ,
നിങ്ങളെ രണ്ടാളെയും കേട്ടും കണ്ടും ഞാനുണ്ട്, നിങ്ങൾ പൊയ്ക്കോന്ന്. എന്റെ സഹോദരങ്ങളെ, എത്ര മനസ്സിന് ആശ്വാസമാക്കേണ്ട വാക്കാത്. പടച്ചോ നമ്മളെ കേട്ടും, ഈ പറയുന്ന എന്നെ കേട്ടും കണ്ടും പടച്ചവനുണ്ട്. ദൗത്യ നിർവഹണവുമായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇന്നനി അസ്മഉ, ഞാൻ അസ്മഉക്കും ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങൾ രണ്ടാളെയും കൂടെയുണ്ട്. അസ്മഉ, ഞാൻ കേൾക്കും, ഞാൻ നിങ്ങൾ പറയണൊക്കെ കേൾക്കും. വഅറാ, ഞങ്ങളെ കാണുവേ, പൊയ്ക്കോളിങ്ങള്. ഈ ഒരു വിശ്വാസം നമുക്ക് നൽകേണ്ട ഊർജ്ജം അത്രേ കൂട്ടരെ. പടച്ചവൻ മുഴുവൻ സമയത്ത് നമ്മളെ കാണും. കണ്ട് നമ്മൾ തേടുന്നതെല്ലാം കേൾക്കാൻ നിൽക്കുക. എന്ത് പടച്ചവനോട് ചോദിച്ചാലും പടച്ചവൻ തരാന്നല്ലേ പറഞ്ഞ്. എന്റെ അടിമ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കേണ്ടി എന്താ? ഫൈനി ഖരീബ്, ഞാൻ സമീപസ്ഥനാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അവർ എന്നോട് വിളിച്ചു തേടിയാൽ അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഫലസ്തജീബു ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. സൂറത്തുൽ ബഖറയിൽ പരിശുദ്ധ റമദാനിന്റെ വിധികളൊക്കെ പറയുന്നതിനിടയിൽ അല്ലാഹ് പറഞ്ഞ വാക്കാ. അറിയാത്തവരില്ല കൂട്ടരെ. നമ്മളെ മനസ്സിൽ ഒരു ശക്തി കെട്ട് വരാണ്ട്. ഏതാ ശക്തി അറിയോ? അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്. അള്ളാഹ് ഉണ്ട് കൂടെ. അള്ളാഹ് ഇല്ലാത്തൊരു നിമിഷം എനിക്കും വെക്കില്ല. പക്ഷേ അള്ളാഹ് ഉണ്ടാകുന്ന പണി നമ്മൾ എടുക്കണം. ഇവിടെ ചരിത്രം അവസാനിക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ. പേടിച്ചു നിന്ന പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് എത്തുന്നു. കാരണം ധൈര്യം എന്താ? അള്ളാഹ് എന്റെ കൂടെ ഉണ്ട്. അള്ളാഹ് എന്റെ കൂടെ ഉണ്ടെന്ന ധൈര്യവുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് എത്തി ദഅവത്ത് നടത്തുന്ന ചരിത്രം ചുരുക്കാണ്. ദഅവത്ത് നടത്തി ഫിർഔൻ പന്തയം വെച്ചു. പന്തയം വെച്ച് ആരങ്ങൾ റബ്ബ് വെച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖാ സുമ്മ ഹദാ. റബ്ബ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും സൃഷ്ടിപ്പും അതിന്റെ പരിതസ്ഥിതി, അതിന്റെ പരിസ്ഥിതിയും അതിന്റെ എല്ലാ ചുറ്റുപാടും ഒരുക്കി വെച്ചു കൊടുത്ത് വഴി കാണിച്ച അള്ളാഹു. ആ അള്ളാഹുവാണ് എന്റെ റബ്ബ്, അവനെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ഫിർഔൻ അംഗീകരിച്ചോ? ഇല്ല. ഫിർഔൻ എന്ത് ചെയ്തു അറിയോ? പന്തയം വെച്ചു. നിങ്ങൾക്കറിയാം ആ പന്തയൊക്കെ, ചരിത്രം നീട്ടല്ലേ. ആ പന്തയം കഴിഞ്ഞ അവസാനത്തിൽ ആര് പരാജയപ്പെടാണ്? അവർ പരാജയപ്പെട്ടു. നിങ്ങൾ അതിന്റെ ഇടയെ സൂചന കേട്ടോ, പിന്നെ പഠിച്ചോണ്ടിട്ടോ, വിശാലമായിട്ട് പഠിച്ചോണ്ടി. അതല്ലെങ്കിൽ അടുത്തൊരു വിജ്ഞാന സദസ്സിനൊക്കെ വിഷയം കൊടുക്കാൻ വേണ്ടി ഞാൻ പറയണം. അവിടെ കൊടുത്തൊരു മുഅ്ജിസത്ത് എന്തേനി മൂസാ നബിക്ക്? നിലത്ത് വടിയിട്ടാല് അത് പാമ്പാവാം. ചെറിയൊരു നമ്മളെ ഭാഷയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മായാജാലം എന്ന് പറയാം. നമ്മളെ ഭാഷയിൽ മായാജാലം. എന്തപ്പം ഖുർആനും ഒക്കെ ഒരു മുഅ്ജിസത്തായിട്ട് കൊടുക്കുന്നിടത്ത് ഒരു നിലത്ത് വടിയിട്ടാൽ പാമ്പാകുന്നൊരു ദൗത്യം മുഅ്ജിസത്തായിട്ട് കൊടുക്കണ എന്താ? എന്തേക്കും ചിന്തിച്ചു നോക്കിയാണ്. കാരണം അന്ന് ആ സമൂഹത്തിൽ ഏറ്റവും പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്, അന്ന് ആ നാട് വാണിരുന്നത് ഈ ജാലവിദ്യക്കാരെ. ഓല് പറയണമാരൊക്കെ ഓല് കിട്ട് ഭയങ്കര അങ്ങനെ ഉണ്ടാവുമല്ലോ. നബിന്റെ കാലത്ത് ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങുമ്പോ അറബി ഭാഷയിൽ ഏറ്റവും കഴിവുള്ള ആൾക്കാരാണ് ഉണ്ടായിന്. ഞാൻ വേറെ വിഷയങ്ങൾ പഠിക്കേണ്ടതാണ്, അതിന് വേണ്ടി ഞാൻ സൂചന തോന്നുള്ളൂ. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമക്ക് ആ ദൗത്യം കൊടുക്കുമ്പോ അന്നത്തെ ഏറ്റവും വലിയ പ്രൗഢിയിൽ ജീവിച്ചിരുന്നവരെ ഒരു വലിയ ആൾക്കാരാ, കൊട്ടാരത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതിലാണ് മൂസാ നബി അലൈഹിസ്സലാം പന്തയം വെക്കുന്നത്. ഞാൻ എന്ത് ചെയ്തരാ, എന്റെ ഒരു വടിയുണ്ട്, നിങ്ങൾ എല്ലാരും വിളിച്ചോളി. അങ്ങനെ പന്തയക്കാർ മുഴുവൻ വന്നു, ജാലവിദ്യക്കാർ മുഴുവൻ അണിനിരന്ന ചരിത്രം ഒക്കെ അറിയാം. അവരൊരു വടികളും അവർ കൊണ്ടുവന്ന കയറുകളും ഇടുന്നു. മൂസാ നബി അലൈഹിസ്സലാമക്കാണ് തോന്നാണ് അതൊക്കെ ഇങ്ങനെ ഇയഞ്ഞു വന്ന് തന്നെ ആക്രമിക്കുമെന്ന് തോന്നുമ്പോ അള്ളാന്റെ ഒരു മറുപടി, പേടിക്കണ്ട മൂസാ, എന്റെ കൈകളെ വടിയാണ് ഇട്ടാളാണ്. ആ വടി അങ്ങ് ഇട്ടാളാണ്. ആ വടി ഇട്ടു, അത് എഴുന്നൊരു പാമ്പായി എല്ലാത്തിനെയും അതങ്ങ് വിഴുങ്ങുന്നു. മൂസാ നബി അലൈഹിസ്സലാം പാമ്പിനാണ് പിടിച്ചോ. ഇതൊരു ജാലവിദ്യ തന്നെയാണ്. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമക്ക് കൊടുത്തൊരു വിദ്യ. പക്ഷേ ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം ഇഷ്ടപ്രകാരം നിലത്ത് ആ വടി ഇട്ടാൽ പാമ്പാവൂല. അള്ളാന്റെ കൽപ്പന പ്രകാരം ഇടണം. ഇത് ആർക്ക് ബോധ്യപ്പെടുന്നു അറിയോ? ജാലവിദ്യക്കാർക്ക് ബോധ്യപ്പെടുന്നു. ജാലവിദ്യ കൊണ്ട് ഇത് നടക്കൂല. ഇതാണ് അതിന്റെ ജാലവിദ്യക്കാർക്ക് ബോധ്യപ്പെടുകയാണ്. വെറും ഒരു ജാലവിദ്യ പഠിച്ച ഒരാൾക്ക് ജാലവിദ്യയുടെ കൂട്ടം നിൽക്കുന്ന ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കാണിച്ച ഈ ജാല
ജാലവിദ്യയെ തകർക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഇതിന്റെ പിന്നിൽ ഒരു ദിവ്യശക്തി ഉണ്ട്. ഞാൻ വേറെ പിൻവശം എന്താ എന്നോട് ആദ്യം ഓല് വിശ്വസിച്ചേ, കാരണം ഓൾക്ക് ബോധ്യപ്പെട്ടു. രണ്ട്, ഓല് വിശ്വസിച്ച് ഇതൊരു ദിവ്യത്വത്തിന്റെ പിന്നിലില്ല എന്ന് പറഞ്ഞാൽ ഓലോടെ പരാജയപ്പെട്ട്. നിങ്ങൾ ആലോചിക്കി, ഇതിന്റെ ഇതൊരു ദിവ്യത്വം ഇല്ലാന്ന് ഓലെന്നെ എതിർത്താൽ എന്തായാലോ ഓല വലിയ കാലങ്ങളായിട്ട് ജാലവിദ്യയുടെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞു നിന്ന് ഓല് പരാജയപ്പെടും. അപ്പൊ ഓലെന്നെ വേഗം അംഗീകരിച്ചു. എന്ത്, ഇത് ജാലവിദ്യ അല്ല. ഓരെല്ലാരും വിശ്വസിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഓലെല്ലാരും വിശ്വസിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഓല് ഒന്ന് പറഞ്ഞു ഇത് ജാലവിദ്യയല്ല എന്ന് അവർ അംഗീകരിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഞാൻ സൂചന എന്നതാണ്. അങ്ങനെ അവർ അംഗീകരിച്ചു. അവർ കുറച്ച് ആളുകൾ വിശ്വാസികളായി. ഫിർഔൻ എന്തേ പറഞ്ഞ്, ഞാൻ പറഞ്ഞു പരാജയപ്പെട്ടല്ലോ, ഞാനും വിശ്വാസിയാകാൻ അല്ല, വിശ്വസിച്ചവരെ ഞാൻ കൊല്ലുന്നു പറഞ്ഞു. അങ്ങനെ വിശ്വസിച്ചവരെ കൊല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവിടെ വേറെ വശം കൂടി ഉണ്ട്. എന്നാ പിന്നെ എന്നെ ചെറുപ്പത്തിൽ പെട്ടിയിലിട്ട് ഒഴുക്കിയപ്പം എനിക്കൊന്നും പറ്റാതെ കൊണ്ടുവന്ന അള്ളണ്ടല്ലോ, നെഞ്ചും വീർത്ത് ഞാൻ ഫിർഔന്റെ മുമ്പിലാണ് നിൽക്കാന്നാ പറഞ്ഞ് അല്ല. അതാണ് തവക്കുലിന്റെ വേറെ വിഷയം പഠിക്കേണ്ടത്. ഞാനിങ്ങനെ ഓർക്കുക, എൻ്റെ ഒരു സുഹൃത്തിനെ അവന്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഏവനെ കുറച്ച് നിങ്ങൾ തവക്കുലിന്റെ വശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, തവക്കുൽ എന്താ, ഓനാകെ ബേജാറാണോ ചോദിച്ചു. അല്ല, തീരെ ബേജാറില്ല. അതാ തവക്കുൽ പ്രശ്നം. ഓന് തീരെ എന്താ ചോദിച്ചു, പണിക്കും പോലെ ഓൻ ഓട്ടോ ഒക്കെ വാങ്ങി കൊടുത്തിന് ഞാൻ. ഓൻ എന്താ ചെയ്യൂല, ഓട്ടോറിക്ഷ പോലെ പള്ളിയിലാണ് കയറിയ പിന്നെ പള്ളിയിലാണ്ട് ഇരിക്കും, ദിക്കറൊക്കെ ചെല്ലിയിരിക്കും. ഓനെ ഏൽപ്പിച്ച ആളോ ഓട്ടോയോ മറക്കും, ഒക്കെ മറക്കും. എന്താ പറയണ ചലല്ല, ഓൻ പറയണത് അലല്ല. അള്ളാല് തവക്കുലാക്കി അള്ള തരൂ റിസ്ക് എന്നാ പറയണത് തന്നെ. ആദ്യം ഞാൻ ആലോചിച്ച് എന്താപ്പോ അവനോട് ഞാൻ പറയാ, കാരണം അലല്ലാ നീ ജീവിച്ചു. ഇവിടെ അലല്ലാ എന്ന് പറയുമ്പോ തന്നോട് കഴിയുന്നത് ആരെടുക്കണം, അവനെടുക്കണം. അതാണ് മൂസാ നബി പഠിപ്പിച്ചിരുന്നത്. താൻ എന്നെ പെട്ടിയിലാക്കി ഒഴുക്കിയിട്ടിട്ട് ഒരു പോറലേൽക്കാതെ ഇത്ര എന്നെ വെളുപ്പാക്കി തന്ന അള്ളുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ നെഞ്ചു വീർത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ആയുധം ചൂണ്ടി നിൽക്കുന്ന ഫിർഔന്റെ മുമ്പിലേക്ക് നിരായുധനായിട്ട് ഞാൻ പോകാൻ പറ്റൂല. ഞാൻ ഓടി. മൂസാ നബി അലൈഹിസ്സലാം വിശ്വസിച്ചവരോട് പറഞ്ഞു, വരിയടാ പായ. അങ്ങനെ അവർ ഓടി അവർ ചെങ്കടലിന്റെ മുമ്പിലെത്തി. ആർത്തിരമ്പുന്ന ചെങ്കടൽ മുമ്പിൽ പിന്നിൽ വരുന്നത് ഫിർഔനും കൂട്ടരും വാളും പിടിച്ച് അവർ ആകപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒപ്പം വിശ്വസിച്ച ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, മൂസേ ഇന്നാല മുദ്റകൂൻ, പിടിക്കുട്ടോ. ആകെ ബേജാറാകാൻ തുടങ്ങി. പക്ഷെ മൂസാ നബിയുടെ മനസ്സിലൊന്നുണ്ട്. ഏതാണ് ഞാൻ ഇങ്ങോട്ട് മനസ്സിലുണ്ടാണ് പറഞ്ഞ ആയത്ത്, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, ഞാൻ കണ്ടും കേട്ടും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ വാക്ക് മൂസാ നബിക്ക് ഊർജ്ജുണ്ട്. മൂസാ നബി അവരോട് പറഞ്ഞെന്താരോ, എടാ എത്തിക്ക് കാട്ടി പാഞ്ഞോളി, നിങ്ങൾ അങ്ങോട്ട് അഞ്ഞോളി, ഞാൻ ഇങ്ങോട്ട് പായാന്നല്ല. ഹേയ് പേടിക്കണ്ട, നിങ്ങൾ എന്തിനു പേടിക്കണേ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ തീർച്ചയായിട്ടും ഒരു വഴി കാണിച്ചു തരും. കൂട്ടരെ, പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വാക്ക് പറയാൻ പ്രതിസന്ധികൾ വരുമ്പോ നമുക്ക് കഴിയോ? ഇനിയിപ്പോ എങ്ങനെ ജീവിക്കുക? എന്റെ ബിസിനസ് ഒക്കെ തകർന്നല്ലോ, ഇനിയിപ്പോ എങ്ങനെ വീട് പണി പൂർത്തിയാക്കുക? ഉള്ള അക്കൗണ്ടിലെ മുഴുവൻ പൈസയും തീർന്നല്ലോ, ഞാൻ പണിയുണ്ട്, പെര നിൽക്കുന്ന ആധാരല്ലേ, ആ ബാങ്കിലാണ് കൊണ്ടുവച്ചാൽ കിട്ടുമല്ലോ മുതല് എന്ന് പറഞ്ഞ് ആരെങ്കിലും മന്ത്രിക്കുമ്പോഴും മനസ്സ് പറയണം, ഇല്ല, ഹരിതായ്മക്ക് ഞാനില്ല, കാരണം എന്നെ ഇവിടെ എത്തിച്ച എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ കഴിയണം. അതാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഈമാൻ. ഇതാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. അള്ളാഹ് വിശ്വാസമൊക്കെ ഉണ്ട്, അള്ളാഹ് ഏകനാണെന്ന് വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യും, ആരാധിക്കുകയും ചെയ്യും, പടച്ചവനോടൊക്കെ തേടും ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും റബ്ബിന്റെ സഹായങ്ങൾ പ്രതീക്ഷിക്കേണ്ട രൂപത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയാതെ പോകുന്നൊരു മനസ്സുണ്ടോ? അതിൽപ്പെട്ടതാണ് പലിശയിലേക്ക് പോകുമ്പോഴൊരു മനസ്സ്. പലിശക്കെത്തി, കാരണം ഒരു സാലറി വാങ്ങുന്ന ഒരുത്തനൊക്കെ ആ ബില്ല് വെച്ചെടുത്താൽ എത്രയും കിട്ടും, വലിയ ബിസിനസ് വരെ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടും, ഒരു വീട് വലുതാക്കി വെക്കല. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വീടെടുക്കുമ്പോൾ തേപ്പ ചെയ്യാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ, അപ്പുറത്ത് മുറ്റപ്പണി കഴിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒപ്പമുള്ള ഇങ്ങനെ തോണ്ടിയിട്ട് ചിലപ്പം പറയും, ചങ്ങായി എത്താണ് അതൊന്ന് പൂർത്തിയായിക്കൂടെ എനിക്കെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ മനസ്സും പ്രയാസപ്പെടണ്ട, ഞാൻ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഇനി പൂർത്തിയാക്കുക? ആരാണോ എനിക്ക് അന്നം തരുന്നത് ആ റബ്ബന്റെ കൂടെയുണ്ട്, ആ റബ്ബ് വെച്ച സമയമാകുമ്പോൾ പൂർത്തിയാവും. അതിനെ പണിക്കൊണ്ട പെരകുത്തുന്നല്ല, അതിനാ പണിക്കോണത്, അതിനാ വീട്ടിൽ പണിക്കോണത്. എന്നോട് കഴിയുന്നത് ഞാൻ ചെയ്താൽ എനിക്കുള്ളതെല്ലാം ഇവിടെ തരുന്ന എത്ര ആൾ വിചാരിച്ചാലും തടയാൻ കഴിയില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നൊരു ദിക്റുണ്ട്, പ്രാർത്ഥന അല്ല, ദിക്റ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹ്, നീ നൽകിയത് തടയാൻ ഈ ലോകത്ത് ആരുമില്ല, നീ തന്നതിനെ തടയാനും കഴിയൂല, നീ തടഞ്ഞതിനെ നൽകാൻ ആർക്കും കഴിയൂല. ആ റബ്ബന്റെ കൂടെ ഉണ്ട്. മൂസാ നബി അവരോട് പറയാ,
നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഈ സാ എന്നുള്ള വാക്ക്, സയഹ്ദീൻ എന്ന വാക്ക് നല്ല അറബി പഠിച്ചവർക്ക് കൂടുതൽ അറിയാം. അറബി നല്ല പഠിച്ചതിൽ വലിയ പ്രൊഫസർമാരുടെ മുമ്പിലുണ്ട്, ആരൊക്കെയുണ്ട്. അവരുടെ മനസ്സുകളിലുണ്ട് സാ എന്നുള്ളത് ഫിഅ്ലു മുദാരിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ വിൽ എന്ന പദത്തിന് സമാനമാണ്. തീർച്ചയായും നിങ്ങൾ ബേജാറാണ്ട, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവനൊരു വഴി കാണിച്ചു തരും. ആ വഴി നിങ്ങൾ മനസ്സ് സങ്കല്പിച്ചിരിക്കണേ. ഇവിടെയാണ് അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം മനസ്സിലാക്കേണ്ട കരുത്ത്. തൊട്ടു മുമ്പ് നിലത്തിടാൻ പറഞ്ഞപ്പോ, തൊട്ടു മുമ്പ് നിലത്തിട്ടപ്പോ പാമ്പായ ഒരു വടിയാകെ കയ്യിലുള്ളത് അല്ലേ? പാമ്പ്. ഇപ്പുറത്തുള്ള എന്താ? ഒരു കടല്. ഇപ്പുറത്ത് തന്നെ സൈന്യം. എന്താ കാട്ട പേടിയനല്ലേ? പക്ഷെ ഒരു പതറൽ മൂസാ നബിക്കില്ലേ? മൂസാ നബി ആ ജനതക്ക് നൽകുന്ന ഒരു മനസ്സ്. ഇതാണ് ലീഡർമാർക്ക് ഉണ്ടാകേണ്ട മനസ്സ്. ഇതാണ് നേതൃത്വത്തിന് ഉണ്ടാകേണ്ട മനസ്സ്. ബേജാറാക്കണ മനസ്സല്ല. ഇന്നത്തെ പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബേജാറാക്കണം ഒരുപാട് കൂട്ടിട്ട് ആൾക്കാരെ അങ്ങനെ ബേജാറാക്കാം. നല്ല അണികളെ കിട്ടുള്ളൂ എന്നൊരു തോന്നലുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരു ഉപ്പ ചെയ്യേണ്ടത് എന്താ? വീട്ടിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ ചേർത്ത് പിടിച്ച് മക്കളെ ബേജാറാണ്ട, കരുത്ത് പകരാൻ കഴിയണം. ജ്യേഷ്ഠ സഹോദരങ്ങൾ ചെയ്യേണ്ടെന്താ? ബേജാറാണ്ട, പടച്ചോണ്ട് കൂടെ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് കരുത്തായിട്ട് പറഞ്ഞു, ബേജാറാണ്ട, എന്റെ കൂടെ റബ്ബുണ്ട്. അവിടെ സംഭവിച്ചൊരു അത്ഭുതം നോക്കി നിങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹ് പറയുന്നു, അടിച്ചോ കടലില്. ആ വടി കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോ അടിച്ചപ്പോ എന്ത് വന്നത്? 12 അരുവി വന്നു. അത് നിങ്ങൾ ആലോചിക്കണം. ആ വടി കൊണ്ട് തന്നെ അടിച്ചപ്പോഴാണല്ലോ ആ 12 അരുവി പുറപ്പെടുന്നു വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അടിക്കുന്നു, ഒരാളും പ്രതീക്ഷിക്കത്തക്ക വിധത്തിലല്ലാതെ 2 പർവ്വത നിരക്ക് ആ കടൽ വഴിമാറുന്നു. ആ കടലാണ് വഴിമാറുക. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും കൂളായിട്ട് ആയിക്കൂടെ ഇങ്ങനെ നടന്നു പോവുക. നടന്ന സംഭവമാണല്ലോ, വെറുതെ അല്ലല്ലോ ഖുർആൻ എടുത്തത്. എന്ന് ഖുർആൻ പറഞ്ഞ വാക്കാണ്. കൂട്ടത്ത് അങ്ങനെ നടന്നു പോവാ. അങ്ങനെ നടന്നു പോകുന്നത് കണ്ട് ഫിർഔൻ വണ്ടി കയറുന്നു. ഫിർഔൻ പ്രവാചകരും കൂട്ടരാണ് കഴിഞ്ഞു പോയപ്പോ ആ കടലിൽ ഫിർഔൻ മുക്കി നശിപ്പിക്കപ്പെടുന്നു. ഒന്ന് ആലോചിക്കുക നിങ്ങളെ, ഈ അള്ളാഹ് ഒന്നുമില്ലേ? ആ അള്ളാഹനെ നമ്മളൊക്കെ വിശ്വസിച്ച് ആ അള്ളാഹിന്റെ മുമ്പിലല്ലേ നമ്മൾ നമസ്കരിക്കണത്? ആ അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടല്ലേ ഇവിടെ ഒരുമിച്ച് കൂടി? ആ അള്ളാഹിന്റെ ദീൻ പഠിക്കാനല്ലേ നമ്മൾ ഒരുമിച്ച് കൂടി? ആ വിശ്വാസം നമുക്ക് കിട്ടണം. ഈ വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഇതില്ലേനോ, അവർക്ക് കൂട്ടില്ലേനോ? അതൊക്കെ ദുനിയാവിന്റെ കാര്യം തന്നെ പറഞ്ഞൊക്കെ. ദുനിയാവിലാണ് രക്ഷിച്ചത്. ഫിർഔന്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ച ദുനിയാവിലാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിനെ പെട്ടിയിലേക്ക് വിട്ടപ്പോ രക്ഷിച്ച ദുനിയാവിലാണല്ലോ ജീവൻ കൊടുത്ത്. ദുനിയാവിൽ പടച്ചവന്റെ സഹായം ഉണ്ടാവേ. ഈ ദീൻ ഉൾക്കൊണ്ടെന്ന് വെച്ചാൽ അവിടെ മാത്രം രക്ഷപ്പെടാൻ നമ്മളാരും വിചാരിക്കരുത്. പടച്ചവൻ ഇവിടെ ഇങ്ങനെ നമ്മളെ കൂടെ കണ്ടും കേട്ടും നമുക്ക് എല്ലാ പ്രതിസന്ധികൾ വരുമ്പോഴും ആ പ്രതിസന്ധികളിൽ നിന്ന് വഴി കടക്കാൻ ഒരു വഴി തന്ന് ആരല്ലാഹിനെ കാത്തു സൂക്ഷിക്കുന്നുവോ അവന് ഏത് വിഷയത്തിലും ഒരു എക്സിറ്റ്, ഒരു പോംവഴി പടച്ച റബ്ബ് നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇനി ചില പ്രവാചകന്മാരുടെ ചില സൂചന തന്നെയാണ് അവസാനിപ്പിക്കും, വിശാലായിട്ട് പഠിക്കാൻ വേണ്ടി. മൂസാ നബിനെ ഫുള്ള് പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആദ്യം മനസ്സിൽ കൊണ്ടുവന്നൊക്കെയാണ് 950 വർഷം പ്രബോധനം ചെയ്ത്. അതില് ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അതിൽ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിന് രക്ഷപ്പെടുത്തുന്ന ജനത അല്ലാതെ അതിക്രമം പ്രവർത്തിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്റെ കൽപ്പന പ്രകാരം ആ മരുഭൂമിയിൽ ഇരുന്ന് കപ്പലുണ്ടാക്കിക്കോ. സങ്കല്പിച്ച് നോക്കിയിട്ട് മനസ്സിലിങ്ങനെ ഒരു മനുഷ്യൻ, ആൾക്കാരെ മുഴുവൻ അതേവരെ പറയണ പിരാന്താണ്, ഏകദൈവ ആരാധന പിരാന്താന്ന് ഓല് പറയണത്. ആ മനുഷ്യൻ അടുത്തൊരു ഓലവാശിയിൽ അടുത്തൊരു പിരാന്ത് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യണത്? മരുഭൂമിയിൽ കപ്പലുണ്ടാക്കുക. മരുഭൂമിയിൽ ഇരുന്ന് കപ്പലുണ്ടാക്കിയപ്പോൾ എല്ലാവരും പരിഹസിച്ചു. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കണേ. അള്ളാഹിന്റെ മേൽനോട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനുശേഷം അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും ആ കപ്പലില്ലാത്തവരൊക്കെ നശിക്കപ്പെടുന്നു. ആലോചിക്കണേ, പടച്ചവൻ വിചാരിച്ച ആ കപ്പലിൽ കയറിയാലല്ലാത്തവരും മുഴുവൻ മുങ്ങിയാണ് പോയി. അപ്പൊ ആൾക്കാർ മുഴുവൻ കളിയാക്കിയിട്ടും എതിർത്തിട്ടും രക്ഷപ്പെട്ടില്ല. പടച്ചം പുഷ്പം പോലെ വല്ല രക്ഷപ്പെടുത്തി, ബാക്കിയുള്ള മുഖ്യാണ് കൊന്നു. ആ പടച്ചം ഒന്നുണ്ടേ, ആ പടച്ച റബ്ബ് എന്നുണ്ട്. ജനശക്തി എതിരായിരുന്നാലും ശരി, ആളുകൾക്കെതിരായിരുന്നാലും ശരി, പടച്ച റബ്ബിൽ ഈമാനും വിശ്വാസവും തവക്കലും ഉണ്ടോ, പടച്ചം കൂടെ ഉണ്ടാവും. ഈമാനും തവക്കലും വിശ്വാസം ഇല്ലാതെ ആൾബലായിട്ട് പടച്ചെടുത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ ആളുകൾക്ക് കൂട്ടേണ്ടത് ഈമാനാണ്.
പടച്ച റബ്ബിനെ സഹായിക്കും. ആ ഏകദൈവ ആരാധനയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഈമാൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് മനസ്സിൽ കൊണ്ടു നോക്കി. വിശാലമായ ചരിത്രമാണ്. അതിൽ ഒറ്റ ചരിത്രം എടുത്ത് നോക്കി. ആ എന്തിലേക്ക് എറിയുന്നു? ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നു. എറിഞ്ഞ എങ്ങനെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആ തീക്കുണ്ടാരത്തിന്റെ അടുത്ത് ഓൾക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ലേ ഇനി. കാരണം അത്രയും തീ ചൂടാണ്. കാരണം ഇതൊരു ആരാധന എന്ന പോലെ എല്ലാവരും വർഗൊണ്ടേറ്റ. കാരണം ഞങ്ങളെ ദൈവത്തെ കൊന്ന, ദൈവങ്ങളെ വെട്ടി നുറുക്കിയ ഒരു മഹാക്രൂരനെ ഞങ്ങൾ കൊല്ലാൻ പോവാണ്. ആ കൊല്ലുമ്പോൾ ഞങ്ങൾക്ക് കൂറിയിട്ടാണ് ഈമാനാ ഓലെ എന്താ പറയാ, ശരിക്കും ഓലൊരു ആത്മീയ തലമാണ്. ആ ആത്മീയ തലത്തിൽ വലിയ കുഴിച്ച് കുറെ വിറകുണ്ടാക്കി വിറകിന് നല്ല ചൂടാ തീക്ക് ഓൾക്ക് അടുക്കാൻ വയ്യ. ഓലെന്താ ചെയ്തറിയോ, ഒരു കവണ നമ്മള് കാക്കനൊക്കെ വെക്കാൻ വെട്ടാൻ വേണ്ടി ഉള്ളേ അതുപോലത്തെ ഒരു സാധനം ചരിത്രം പറയണത്. അത് വെച്ച് വെളിച്ചാണ് എറിഞ്ഞേക്കാണ് ആരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക്. മനസ്സാലോചിക്കണി. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്കല്ല മതി, വരമേൽപ്പിക്കാൻ അവൻ എത്ര അത്യുന്നതാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് മാത്രം ആ ചൂട് തണുപ്പ്, ആ തീ തണുപ്പ്. കുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ആ തീക്ക് ചൂട് നൽകിയ തീനോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമിന് എന്ത് ചെയ്താളാ, തണുപ്പായിക്കളാൻ, രക്ഷയായിക്കളാൻ. തീ നോർമലി ചൂടാണ്, പക്ഷെ ഇബ്രാഹിമിന് എന്ത് ചെയ്താളാ, തണുപ്പാക്കിയാളാ. എല്ലാം കഴിഞ്ഞ് ചുട്ട് കരിഞ്ഞു പോയിട്ടുണ്ടാവുന്ന ജനത അങ്ങനെ വിശ്വസിക്കുന്നിടത്ത് ഒരു പോറൽ ഏൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ മുന്നോട്ട് വരിക. നിങ്ങൾ ആലോചിക്കണേ, ഈ അള്ളൊന്നുമില്ലേ? ഇതാണ് നമുക്ക് അറിയണേ. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രക്ഷിച്ചു കൊണ്ടുവന്ന അള്ളാഹു ഒന്നുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തൊക്കെ ചെയ്തു നോക്കിയോല്, ഏതൊക്കെ രൂപത്തിൽ അക്രമത്തിന് ഇടയാക്കി. പക്ഷേ പ്രവാചകൻ കുലുങ്ങിനിയോ? പ്രവാചകന് ഹിജ്റയുടെ ആ രംഗല്ലേ, പ്രവാചകന്റെ മനസ്സൊക്കെ നിങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ രംഗം ചരിത്രം പിന്നീട് ആ ഹിജ്റ പ്രവാചകനെതിരെ പിടിക്കാൻ പോയവരൊക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ ഒളിച്ചിരുന്ന ഗുഹ എന്ന് പറയുന്നതേ ചെറിയൊരു മാളാണ്. ഒരു തെരഞ്ഞെടുക്കാണ്. ആരെ തെരയണമെന്ന് കൂടി ചരിത്രം ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിക്കണം. തങ്ങളൊരു വീട് വളഞ്ഞു കൊല്ലാൻ നിൽക്കാം. ആ വീട് വളഞ്ഞു കൊല്ലാൻ നിൽക്കുമ്പോ ഓളെ കണ്ണിലേക്ക് പൊടിയിട്ടിട്ട് അവിടുന്ന് വല്ല രക്ഷപ്പെട്ടു. ദേഷ്യം കൂടും കേട്ടാ. അലിയല്ലാഹു ഓർക്കേണ്ട ഒരു ചരിത്രം കിട്ടാടെ. ആ സീറ്റിൽ കേറി, ആ വിരിപ്പിൽ കേറി കിടക്കാൻ അലി റളിയല്ലാഹു അൻഹു കാണിച്ച ധീരത എന്ന് മനസ്സിൽ കൊണ്ടു നോക്കി. നിങ്ങൾ വെക്കോളൂ, ഞാൻ കയറി കിടന്നോളാം. ഒലക്ക കബളി ദേഷ്യം. പിന്നെ അറബിയോടെ പക്കതയും കൂടിയായിട്ട് ഞാൻ കിട്ടിയാനോ കൊന്നതുമില്ലല്ലോ. അതുകൊണ്ട് ഓര് ഇന്നങ്ങനല്ല, വേറെ കോലത്തില യുദ്ധങ്ങളൊക്കെ. ഈമാന്റെ പേരും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നവരും കോലം വേറെ. കിട്ടിയാനോ കൊന്നും പകരം വീട്ടിയും ആകെ ജഗപൊകയാണ് എല്ലാവർക്കും. അവിടെ അവര് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ കൂടുതൽ വിശദീകരിച്ചു. പ്രവാചകൻ ആ ഗുഹയിൽ ഇങ്ങനെ ഒളിച്ചിക്ക, ചുറ്റും ശത്രുക്കൾ ഇങ്ങനെ ഇരമ്പി പോവാ. ചില ശത്രുക്കൾ ഇനാം പ്രഖ്യാപിച്ചേക്ക, കിട്ടിയോന് ഇത്ര കിട്ടും, 100 ഒട്ടകം, ഇത്ര പൈസ, ദീനാറുകൾ, എല്ലാരും പോയോക്ക. ഉള്ള ധീരന്മാരും മുഴുവൻ പ്രവാചകനെ തേടി ഇറങ്ങിയേക്ക. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് പ്രവാചകൻ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണേ. ഒറ്റക്ക് വന്നൊക്കെ നമുക്കറിയാം, വരും ആ മുട്ടുകുത്തി തിരിച്ചു പോകും. പ്രവാചകൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റും നിൽക്കും. പ്രവാചകൻ നിൽക്കുന്നത് ചെറിയൊരു മാളത്തിനുള്ളിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബേജാറായിട്ട് ബാക്കിക്ക് നിർത്തിയ പാമ്പെല്ലാം കടിക്കോ, മുന്നിക്ക് നിർത്തിയ ഓലെങ്ങാനും കാണും. ആകെ കൂടി ഇങ്ങനെ ബേജാറാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, എങ്ങാനും അവരുടെ കയ്യിൽ നിന്നൊരു ആയുധം വീണ് അല്ലെങ്കിൽ ഒരു സാധനം വീണ് അവൻ കുനിഞ്ഞാൽ നമ്മളെ കാണും. അത്ര ഈ ഗുഹ ഉള്ളൂ, അത്ര ഇതുള്ളൂ. ഇനി ശത്രുപക്ഷത്ത് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പിന്നീട് വിശ്വാസികളായ സ്വഹാബത്ത് പറയുന്ന ഒരു വാക്ക് അതിലും അപ്പുറ. ഓല് തമ്മിൽ പറഞ്ഞു തന്നെ എന്താ അറിയോ, അതിലുണ്ടോക്കിയ അതിൽ ഓല് തമ്മിൽ പറയാ, അതില് മുഹമ്മദ് നമ്മളെ മേടിച്ചിരിക്കുക. ആലോചിക്കണേ, നമ്മളെ മേടിച്ചിപ്പോ അതിൽ കയറാൻ നിൽക്കണോ? കാരണം ഒരു സൈന്യം ഇറങ്ങിയതല്ലേ. ആ സൈന്യത്തിന് വലയം ചെയ്യാൻ മാത്രം ഇതില്ല, അതിലൊന്നും കയറില്ല പോന്നാ. പിന്നീട് ഓല് പറയാ, നബി അതിലെ ഒളിച്ചിരുന്നത് പിന്നെ ഓല് അറിയല്ലോ. അറിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളത്. എന്നിട്ട് നബിന്റെ കൂളോക്കി. നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങനെ വേജാറായപ്പോ നബി പറയാ, എന്താ മൂന്നാമത്തെ ഒരാളെ കുറിച്ച് വിചാരിച്ചു? നമ്മൾ ഒറ്റക്കല്ല അബൂബക്കറെ, ഇവിടെ മൂന്നാമത്തെ ഒരാളുണ്ട്. ആരാണത്? അള്ളാഹു. ഈ അള്ളാഹുവിനെ കൂട്ടരെ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്ന വിശ്വാസ കരുത്താണ് ജീവിതത്തിൽ നമ്മളെ നയിക്കേണ്ടത്. ഈ പടച്ച റബ്ബുള്ളിടത്തോളം കാലം, ഞാനുള്ളിടത്തോളം നമ്മൾ പറയണ്ടല്ലോ, പടച്ച റബ്ബ് ഒന്നുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കണേ, പടച്ച റബ്ബുള്ളിടത്തോളം കാലം നമ്മൾ ഈമാൻ ശക്തി കൂട്ടിയാൽ നമുക്കൊന്നും വേജാറാണ്ട, ജീവിതത്തിൽ ഒന്നും
ഒന്നും ഭയപ്പെടേണ്ട. ഇതിന് മറ്റൊരു വശം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. പടച്ചം ഉണ്ട് എന്നുള്ളത് ജീവിതത്തിൽ ശക്തി നൽകുന്നതോടൊപ്പം, ഈമാനിന് കരുത്ത് നൽകുന്നതോടൊപ്പം, പടച്ച റബ്ബ് ഉണ്ട് എന്നത് ജീവിതത്തെ വിനയപ്പെടുത്തുക കൂടി വേണം. ജീവിതത്തിൽ അരുതായ്മകൾ ഒരിക്കലും കടന്നു വരരുത്. കാരണം ആ പടച്ച റബ്ബ് കാണാതെ ഒരു കർമ്മം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ആ പടച്ച റബ്ബ് അറിയാതെ ഒരു വാക്കുച്ചരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് മലക്കുകളില്ലാതെ ഒരു വാക്കുച്ചരിക്കാൻ, ഞാൻ ഇവിടെ പറയുന്ന വാക്കിന് എനിക്ക് കണക്കില്ലെങ്കിലും എന്റെ പടച്ച റബ്ബിന്റെ അടുക്കൽ കണക്കുണ്ട്. കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒരാളെ കുറിച്ച് ദുഷിച്ചത് പറയുമ്പോ ആ ദുഷിച്ചത് പറഞ്ഞ വാക്കിന് നമുക്ക് കണക്കില്ലെങ്കിലും പടച്ച റബ്ബിന്റെ അടുക്കൽ കണക്കുണ്ട്. ഒരാളെ കുറിച്ച് ഏഷണയും നമീമത്തും പറഞ്ഞ് പെരുപ്പിച്ച് പരസ്പരം തെറ്റിക്കുക പോലും ചെയ്തപ്പോ നമ്മളൊരു കാലത്ത് അത് മറന്നിട്ടുണ്ട് എങ്കിൽ പടച്ച റബ്ബിന്റെ അടുക്കൽ അതിന്റെ കണക്കുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ഒപ്പിയെടുക്കേനി. നുസ്ഖത്ത് എന്ന് പറഞ്ഞ ഫോട്ടോ കോപ്പി, ആ പദാണ് അവിടെ ഉപയോഗിച്ച്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ല, നമ്മളിങ്ങനെ കോപ്പി എടുത്തിക്കേനി. അതുകൊണ്ട് കൂട്ടരെ, നമ്മള് ഒരു ഭാഗത്ത് നമുക്ക് പടച്ച റബ്ബ് നമുക്ക് കരുത്തേകുന്നതോടൊപ്പം പടച്ച റബ്ബ് എന്നെ കാണുന്നു എന്നത്, പടച്ച റബ്ബ് എന്നെ വീക്ഷിക്കുന്നു എന്നത്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അതിലപ്പുറം വേറൊന്നും വേണ്ട. ഉമ്മ കണ്ടോ ഉപ്പ കണ്ടോ മറ്റൊരു കണ്ടോ എന്നുള്ളതല്ല. പ്രത്യേകിച്ച് തിന്മകളുടെ അതിപ്രസരണത്തിന്റെ കാലമാണ്. മൊബൈൽ എന്ന് പറയുന്നത് എല്ലാവിധ നന്മക്കും കൂട്ടുണ്ടാകാൻ പറ്റും. അതോടൊപ്പം എല്ലാവിധ തിന്മകളുടെയും ഇടമായിട്ട് ഈ മൊബൈൽ വേണമെങ്കിൽ മാറാൻ പറ്റും. അവിടെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഈമാൻ എന്താ അറിയോ? ലുഖ്മാനുൽ ഹക്കീം തന്നെ മകന് കൊടുത്ത ഈമാനാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറാ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നോക്കിങ്ങൾ, ഇത് നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റി എത്ര രക്ഷപ്പെട്ടത്. യാ മുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഒരു കാര്യം, ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അതൊരു അണുതൂക്കം, ഒരു ധാന്യമണിയോളം അതിനേക്കാളും ചെറുതായിരുന്നാലും ശരി, ഫതകും ഫീ സഖറ, എന്നിട്ട് ആ പ്രവർത്തനം ഒരു പാറക്കുള്ളിലോ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും ശരി, അല്ലാഹ് അത് പരലോകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ ഈമാൻ കിട്ടിയ അൽഹംദുലില്ലാ നമ്മളെ രക്ഷപ്പെട്ടു. ഈ ഈമാനാണ് മക്കൾക്ക് പകർന്നെടുക്കാൻ കഴിയേണ്ടത്. അതല്ലാതെ കാപ്പട്ടി ഈമാൻ നമ്മളെ ഉണ്ടായാൽ മക്കൾക്കും അതാ കിട്ടുക. നമ്മളിൽ കാപ്പട്ടി ഈമാനാണോ നമ്മളെ മക്കൾക്കും അതേ കിട്ടൂ. നമ്മളിൽ ഉറച്ച ഈമാനാണ്. ഏതാ ഈമാൻ? പടച്ചോൻ കൂടെ, പ്രവർത്തനം പടച്ചോൻ കാണും. നമ്മൾ ഒരു വിശ്വാസിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ വാക്കില്ലേ, ഇദാ റഊ ദുക്കിറല്ലാഹ്, നിങ്ങൾ അവനെ കണ്ടാൽ അള്ളാഹിനെ ഓർമ്മ വരും. നിങ്ങൾ അവനെ കണ്ട അള്ളാഹുവിനെ ഓർമ്മ വരുന്ന് പറയുന്ന വിശ്വാസി എന്താ തെറ്റിമ എഴുതിയേക്കാന്ന? അല്ലല്ലോ. അവന്റെ ഒരു വാക്ക് അവൻ അളന്നേ പറയൂ. അവന്റെ ഒരു പ്രവർത്തനം അവൻ സൂക്ഷിച്ചേ ചെയ്യൂ. അവൻ ഉച്ചരിക്കുന്ന ഒരു വാക്ക് വരുന്നതിന് മുമ്പ് അവൻ ആലോചിക്കും, എനിക്കിത് പറയാൻ പറ്റുമോ? അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് മുമ്പ് അവൻ ആലോചിക്കും, എനിക്കിത് പറയാൻ പറ്റും. അതാണ് തഖ്വ. ആ തഖ്വ നമ്മുടെ കൂടെയുണ്ടോ, പടച്ച റബ്ബ് സഹായത്തിനുണ്ടാവും. ദുനിയാവിൽ, പരലോകത്തിൽ അതിനപ്പുറത്ത് സ്വർഗം തരും. ഞാൻ ദുനിയാവിലാണെന്ന് ഫുള്ള് പറഞ്ഞു. ദുനിയാവിൽ പഠിച്ച നമ്മളെ ഈ വിശ്വാസം പള്ളി കൊണ്ടേക്കാളല്ല, വിശ്വാസം ദഅവാ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയിൽ മാത്രം വെക്കാനുള്ളതല്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവേളകൾ തൊട്ട് അങ്ങാടി വരെ വേണം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോഴും നമുക്ക് വിശ്വാസം ഉണ്ടാകണം. രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങാതെക്കാന്നുള്ളതല്ല. ഞാനൊരു മതേതരത്വ രാജ്യത്ത് നിൽക്കുന്ന സമയത്ത്, ഞാനൊരു ഇങ്ങനെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഭരണകൂടങ്ങൾ മാറി വരുന്ന, ഞങ്ങളെ ഭരിക്കപ്പെടുന്ന, ഇങ്ങനെ നാട്ടിൽ നിൽക്കുന്ന, ഇന്നിപ്പോ റിപ്പബ്ലിക് ദിനം കൂടിയാണല്ലോ, നമുക്കറിയാലോ, ആ സന്ദേശങ്ങളൊക്കെ കൈമാറപ്പെട്ടവരാ. ഇങ്ങനെ നിൽക്കുന്ന റിപ്പബ്ലിക് രാജ്യത്ത് നിൽക്കുമ്പോ, ഒരു സ്വതന്ത്ര രാജ്യത്ത് നിൽക്കുമ്പോ, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്നെ ഭരിക്കുന്ന ഒരു കാലത്ത്, അങ്ങനെയാണല്ലോ ശരിക്കും നമ്മളെ വോട്ടിന് വില ഉണ്ടല്ലോ. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്നെ ഭരിക്കുന്ന കാലത്ത് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കല്ല വേണ്ടി, ഞാൻ അതിലേക്ക് ഇറങ്ങണം. ഒരു അരാഷ്ട്രീയവാദം നമ്മൾക്കിടയിൽ കടന്നു വരരുത്. നമുക്ക് രാഷ്ട്രീയമുണ്ട്, കൃത്യമായ നിലപാടോടുകൂടിയുള്ള രാഷ്ട്രീയം, സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം. അവിടെയും എന്ത് വേണം? ദീൻ വേണം. അതിലായ പിന്നെ എന്തോ ആവാനല്ല. അതേപോലെ തന്നെ കല്യാണ സദസ്സുകൾ, അവിടെ ഇപ്പൊ എന്തോ ആവാലോ എന്നല്ല. ചില വാപ്പാക്കല്ല ഈമാണ്ടാകാം, ആ വാപ്പാക്ക് കുട്ടികളെ കൂട്ടി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, സങ്കടാണ്.
അത് കഴിയാത്തത് ആകെ ഒരു ഉദാഹരണം നൂഹ് നബിന്റെ മകനെ കിട്ടിയില്ലല്ലോ എന്നാ. ബാക്കി കിട്ടിയതൊന്നും ആർക്കും അറിയില്ല, കിട്ടിയൊന്നും ആർക്കും ഓർമ്മയില്ല. കിട്ടിയോല് പണിയെടുത്തിട്ട് കിട്ടിയതാ, വെറുതെ കിട്ടിയല്ല. കൊടുക്കേണ്ട സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ട പണി കൊടുത്തോണ്ട് കിട്ടിയേനെ. അതിന് കുറെ കൊടുത്തിട്ട് ഒരു കുട്ടി തെറിച്ചാൽ നമുക്ക് പറയാം അങ്ങനെയാണ്. അല്ലാതെ മുഴുവൻ കുട്ടികളും തെറിച്ചൊരു ഭാഗത്ത് കൂടി നടക്കുക, ഞാനിപ്പുറത്ത് കൂടി നടക്കുക. നൂഹ് നബിന്റെ ഉദാഹരണം പറയണമെന്ന് ഞമ്മ കൊണ്ട് പാട്ടില്ല. മറിച്ച് കുട്ടിയെ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കേണ്ട കാലത്ത് കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കണം, ഹദീസുകൾ പഠിച്ചു വളരേണ്ട കാലത്ത് കുട്ടി ഹദീസ് പഠിക്കണം. മതാധ്യാപനം എന്നുള്ളത് പാടെ അകന്നു പോകരുത്. ഇപ്പൊ ഇവിടൊക്കെ CR നമ്മളെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ടാവും. നടക്കുന്നില്ലെങ്കിൽ തിരിച്ചറിഞ്ഞോ രക്ഷിതാക്കളെ. ഞാൻ പറയാം, ഇവിടെ MSMന്റെ CR എന്ന സംരംഭം നമ്മുടെ കീഴിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മളെ പരാജയം, അത് MSMമാരുടെ പരാജയമല്ല, ഓരോ ബാപ്പാനി മാനി പരാജയം. ഞാൻ അങ്ങനെ അതിനെ പറയൂ, ഓരോ വാപ്പാനി. കാരണം എന്താ പറയുക, എന്റെ കുട്ടി പഠിക്കേണ്ട ഒരു കാലത്ത് മദ്രസകളിൽ 7ലും 8ലും മാക്സിമം 10 വരെ നമുക്ക് സിലബസ് ഉള്ളത്, അവിടെ നിൽക്കും. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ കുട്ടി +1ലും +2ലും ഡിഗ്രിയിലും പഠിക്കുമ്പോൾ എന്റെ കുട്ടി ഖുർആനും ഹദീസും പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടത് ഉപ്പക്കും വെക്കുക. ആ കുട്ടിക്ക് ഈമാൻ ഉണ്ടാവുന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടത്. കുട്ടി ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ QHLS ഭംഗിയായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്, ശാഖയിലൊക്കെ നടക്കുന്നുണ്ട്. പൂക്കളത്തൂർ തന്നെ ആ ദിവസം നിന്നോ QHLS ദിവസം എല്ലാ ശനി മഗ്‌രിബിന് ശേഷം, എല്ലാ ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം ഉണ്ട്. 168 മണിക്കൂർ കഴിഞ്ഞ് പോകുമ്പേ 1 മണിക്കൂർ, 168 മണിക്കൂർ കഴിഞ്ഞ് പോകുമ്പേ കുട്ടീനെ വിളിച്ചോണ്ടിരാ, മക്കളെ വിളിക്കുക, പേരകുട്ടികളെ വിളിക്കുക. അപ്പൊ കുട്ടി 100 സൈലറി മന്ന് ഹോംവർക്ക്. കടപ്പുറത്തൊക്കെ പറഞ്ഞൊക്കെയാണ് ഒരു ഹോംവർക്ക് ഉണ്ട്, തേങ്ങ വർക്ക് ഉണ്ടാവില്ല. കടപ്പുറത്തേക്ക് വന്ന് പറഞ്ഞു നോക്കി, ഒരു വർക്ക് വരണ്ടാവില്ല. മറിച്ച് ഓനോട് നിങ്ങള് ക്ലാസ്സിന് വിളിച്ചു നോക്കി, ഉമ്മനെ പറയാം ആദ്യം +2 SLC. ഞാൻ അതേ SLC പഠിക്കുന്ന വീട്ടിലെ ഞാൻ കടപ്പുറത്ത് കാണാറുണ്ട്, അതേ SLC പഠിക്കുന്ന വീട്ടിലെ കല്യാണപ്പുരയിൽ ചാട്ടത്തിന് കാണാറുണ്ട്, ഫുട്ബോൾ കളിക്ക് കാണാറുണ്ട്. അക്കോലത്തിൽ അതിനൊക്കെ നേരം കണ്ടെത്തിയ കുട്ടിയെ ഇവിടെയാണ് പിടിക്കേണ്ടടുത്ത് പിടിക്കാൻ കഴിയാ. പിടിച്ചിട്ട് നീ പഠിക്കണം മോനെ, ഖുർആൻ പഠിക്കണം. ആ ഖുർആൻ പഠിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടാകണം. 168 മണിക്കൂർ കഴിഞ്ഞുമ്പോ 1 മണിക്കൂർ ഞാൻ ചെലവാക്കിക്കോ, പൊളിഞ്ഞു പോകുന്നില്ല എന്റെ പഠനം എന്ന് പറയാനുള്ള ധൈര്യവും തന്റെ ഒരു രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായ പ്രവാചകന്മാരുടെ കൂടെ മക്കൾ നിന്നതുപോലെ നമ്മുടെ കൂടെ നിൽക്കണം. അങ്ങനെ നിർത്തി ഈമാൻ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഈമാൻ ഉണ്ടോ ബേജാറല്ല, ഇല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് ബേജാറാണ്ടി വരും. ഇല്ലെങ്കിൽ ആ മകനെ നോക്കൂലേ ബേജാറാണ്ടി വരും. മകൻ നാളെ കള്ളുടിയനാവോ ബേജാറാണ്ടി വരും. മകൻ നാളെ എന്താ MDMA അടിച്ചു വരുമോ ബേജാറാണ്ടി വരും. മകൻ നാളെ എത്തിസ്റ്റായിട്ട് പുറത്തു വരുമോ ബേജാറാണ്ടി വരും. ഖുർആൻ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു ബേജാറും വേണ്ട. ആ ഖുർആൻ പഠിക്കുന്ന സംരംഭങ്ങളെ നമ്മൾ പാലൂട്ടി വളർത്തണം. ഇനി നമ്മൾ നാട്ടിലില്ല, എന്നും നമുക്ക് കഴിയൂല. ഉള്ള സമയത്ത് ആ സംവിധാനത്തിന്റെ കൂടെ നിൽക്കുക. എന്റെ കുടുംബമൊന്നുമില്ല, ഞാൻ ഉണ്ടാകുമ്പോ എന്റെ കൂടെ നിൽക്കുക. എന്റെ കുടുംബം ഞാൻ അവിടെ അല്ല, എന്റെ കുടുംബ നാട്ടിലുണ്ട്, വിളിച്ചോർമ്മപ്പെടുത്തുക. ഇതിന് വിശാല കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാ. ഏതായത്തിന്റെ കുട്ടിയുടെ മനസ്സിൽ സ്വാധീനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഓൻ കുറെ കാലം പഠിച്ചു, ഇങ്ങോട്ട് പോന്റെ കോലം കണ്ടില്ലേ, ഇച്ചാവൂല എന്നല്ല, വീണ്ടും പറയാ. ഓ മദ്രസിൽ 10 കൊല്ലം വിട്ട് ഇങ്ങോട്ടോ നന്നായില്ല, ഇനി ആവൂല എന്നല്ല. ചിലപ്പോ അടുത്ത് കേൾക്കുന്ന ഒരു ആയത്തിൽ കയറും അവന്റെ മനസ്സിൽ കയറുക. കുട്ടിയുടെ ഈ ഖുർആൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില ആളുകളുടെ മനസ്സിൽ ചില ആയത്ത്, ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് പറയാൻ പറ്റും നമ്മുടെ മനസ്സിൽ കയറിയതിനേക്കാളും ചിലപ്പോൾ ചില വാക്കുകൾ ശ്രോതാക്കളുടെ മനസ്സിൽ കയറും. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്നൊരു വാക്കെന്താ അറിയോ, പ്രവാചകൻ എത്ര സത്യവാൻ. കാരണം പ്രവാചകൻ പറഞ്ഞു ചിലപ്പോ നമ്മൾ എത്തിച്ചുകൊടുക്കുന്ന ആള്, അത് കേട്ടവനെ നമ്മൾ എത്തിച്ചുകൊടുത്ത ആള്, ആ കേട്ടവൻ ചിലപ്പോ അതിനേക്കാളും അത് ഉൾക്കൊണ്ടേക്കാം. പ്രവാചകനിൽ നേരിട്ട് കേട്ട് ആ കേട്ടത് എത്തിച്ചുകൊടുക്കുമ്പോൾ ആ എത്തിക്കപ്പെട്ടവൻ ചിലപ്പോൾ അതിനേക്കാളും അതിനെ ഉൾക്കൊണ്ടേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നമ്മളിൽ വേണ്ടത് നടത്താനും അത് കൂടെ നിൽക്കുവാനും അതിലേക്ക് ആളുകളെ കൂട്ടാനും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. അതിലേക്ക് നമ്മുടെ കുടുംബത്തെ ക്ഷണിച്ച് ഈ വിജ്ഞാന സദസ്സുകളൊക്കെ അതിനെനിക്കും ഈ ദുനിയാവിൽ എന്നെ സ്വസ്ഥമായ ഒരു ജീവിതത്തിന്, ദുനിയാവിൽ എന്റെ കൂടെ പടച്ചോണ്ടല്ലോ എന്നുള്ള സമാധാനം കിട്ടാൻ നമുക്ക് ഉതകുന്ന വിജ്ഞാന സദസ്സുകളാകണം. അള്ളാഹു രൂപത്തിൽ ഈമാൻ കൊള്ളാൻ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും കൃത്യമായിട്ട് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ ആ തിന്മകൾ അവസാനിപ്പിക്കുവാനും ആ തിന്മകളിൽ നിന്ന് പശ്ചാത്താപം ചെയ്യുവാനും അറിയാതെ ചെയ്തു പോയ തിന്മകളുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തന്നും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിൽ ദീൻ പ്രചരിപ്പിക്കുവാൻ, ധൈര്യത്തോടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ, ഈ തൗഹീദ് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ആർജവും കരുത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ മക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ചുറ്റുഭാഗമുള്ള ആളുകളിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഹൃദയ വിശാലതയോടുകൂടി കാര്യങ്ങളെ കാണുവാനും ദീനിനെ കണിശമായിട്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ദീനിന്റെ എല്ലാ ഭാഗത്തെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം ആ ദീൻ പ്രചരിപ്പിച്ച് ആ ദീൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിൽ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ സഹജീവികളോട് കാരുണ്യത്തോടും നല്ല രൂപത്തിൽ നിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.